നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ നെഹ്റു കോളേജ് ചെയർമാൻ പി കൃഷ്ണദാസ് അറസ്റ്റിൽ. മർദ്ദിച്ചത് മാനേജ്മെന്റിന്റെ അനധികൃത പിരിവ് ചോദ്യം ചെയ്തതിന്. അറസ്റ്റ് ദുരുദ്ദേശപരമെന്ന് ഹൈക്കോടതി. ജിഷ്ണു കേസിലെ മുൻകൂർ ജാമ്യം മറികടക്കാൻ ശ്രമം. ഇത്തരം ഉദ്യോഗസ്ഥർ സർവീസിലുണ്ടാകില്ലെന്ന് മുന്നറിയിപ്പ്. മലപ്പുറത്ത് BJPക്ക് പിന്തുണയുണ്ടാകില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. BJP ജയിച്ചാൽ സൂര്യൻ പടിഞ്ഞാറുദിക്കും. അതൃപ്തിയുമായി തുഷാർ അമിത്ഷായ്ക്ക് മുന്നിൽ. PK കുഞ്ഞാലിക്കുട്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മലപ്പുറം ബാലികേറാമല അല്ലെന്ന് LDF. കുണ്ടറ കേസിലെ പ്രതി പെൺകുട്ടിയുടെ മുത്തച്ഛനെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. മകൾ കൊല്ലപ്പെട്ടതാണെന്ന് പിതാവ് ജോസ്. കലാഭവൻ മണിയുടെ മരണം തൽക്കാലം അന്വേഷിക്കില്ലെന്ന് CBI ഹൈക്കോടതിയിൽ. അന്തിമ തീരുമാനം മെഡിക്കൽ റിപ്പോർട്ട് വന്ന ശേഷം. വനത്തേക്കാൾ വലുത് വൈദ്യുതിയാണെന്ന് MM മണി. അതിരപ്പള്ളി പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല. സമവായത്തിലൂടെ മാത്രമേ പദ്ധതി നടപ്പിലാക്കൂ. ആദിവാസി പുനരധിവാസം പ്രായോഗികം. റാഞ്ചി ടെസ്റ്റ് സമനിലയിൽ. രവീന്ദ്ര ജഡേജയ്ക്ക് 9 വിക്കറ്റ്. സ്പാനിഷ് ലീഗിൽ വലൻസിയയ്ക്കെതിരെ ബാഴ്സലോണയ്ക്ക് ജയം. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P കൃഷ്ണദാസ് ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. പാലക്കാട് ലക്കിടി ജവഹർ ലോ കോളേജ് വിദ്യാർത്ഥി ഷഹീർ ഷൗക്കത്ത് അലിയെ മർദ്ദിച്ച കേസിലാണ് അറസ്റ്റ്. വാണിയംകുളം PK ദാസ് മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നാണ് കൃഷ്ണദാസിനെ കസ്റ്റഡിയിലെടുത്തത്. പാലക്കാട് ലക്കിടി ജവഹർ ലോ കോളേജ് വിദ്യാർത്ഥി ഷഹീർ ഷൗക്കത്ത് അലിയെ മർദ്ദിച്ച കേസിലാണ് P കൃഷ്ണദാസ് ഉൾപ്പെടെ 5 പേരെ അറസ്റ്റ് ചെയ്തത്. ലക്കിടി കോളേജ് PRO വത്സലകുമാർ, നെഹ്റു ഗ്രൂപ്പ് നിയമോപദേശക സുചിത്ര, അഡ്മിനിസ്ട്രേഷൻ മാനേജർ സുകുമാരൻ, കായികാധ്യാപകൻ ഗോവിന്ദൻകുട്ടി എന്നിവരെയാണ് കൃഷ്ണദാസിന് പുറമെ പിടികൂടിയത്. ജനുവരി 3-നാണ് കേസിനാസ്പദമായ സംഭവം. കോളേജിലെ അനധികൃത പണപ്പിരിവിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതുമായി ബന്ധപ്പെട്ട് ഷൗക്കത്ത് അലിയെ ലക്കടിയിൽ നിന്നും പാമ്പാടി കോളേജിലെത്തിച്ച ഇടിമുറിയിൽ വെച്ച് മർദ്ദിക്കുകയായിരുന്നു. റാഗിംഗ് കേസിൽപ്പെടുത്തുമെന്നും ഡീബാർ ചെയ്യുമെന്നും ഭീഷണി മുഴക്കിയായിരുന്നു മർദ്ദനം. കൃഷ്ണദാസാണ് മർദ്ദനത്തിന് നേതൃത്വം നൽകിയത്. ജിഷ്ണു പ്രണോയിക്ക് സംഭവിച്ച അതേ സംഭവം നടന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഉടനെ ആ കേസ് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ മാറ്റി ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് DYSP ശ്രീ ഫ്രാൻസിസ് ഷെൽബിക്ക് ഏൽപ്പിക്കുകയായിരുന്നു. ജിഷ്ണു പ്രണോയിയുടെ മരണത്തിന് ശേഷമാണ് ഇവർക്കെതിരെ പഴയന്നൂർ പോലീസിൽ പരാതി ലഭിച്ചത്. കേസിലെ 2ാം പ്രതി പാമ്പാടി കോളേജ് PRO സഞ്ജിത് വിശ്വനാഥനെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. മർദ്ദനം, തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണി തുടങ്ങി 5 വകുപ്പുകൾ ചേർത്താണ് കേസ്. റിപ്പോർട്ടർ, തൃശൂർ. നെഹ്റു കോളേജ് ചെയർമാൻ P കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പോലീസിനെ നിശിതമായി വിമർശിച്ച് ഹൈക്കോടതി. കോടതിയെ വിഡ്ഢിയാക്കാൻ ശ്രമിച്ചാൽ എന്തു ചെയ്യണമെന്നറിയാം. അന്വേഷണ ഉദ്യോഗസ്ഥൻ നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നടപടി ഉറപ്പാണ്. പിന്നെ ഒരു രാഷ്ട്രീയക്കാരനും രക്ഷിക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ P കൃഷ്ണദാസിനെ ഇന്ന് രാവിലെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ലക്കിടി ജവഹർ കോളേജിലെ വിദ്യാർത്ഥി ഷഹീർ ഷൗക്കത്ത് അലിയെ മർദ്ദിച്ച കേസിലായിരുന്നു നടപടി. പിന്നീട് കൃഷ്ണദാസിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൃഷ്ണദാസ് ഹൈക്കോടതിയിൽ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത കാര്യം പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. എന്നാൽ വിദ്യാർത്ഥിയുടെ പരാതിയിൽ ഇല്ലാത്ത വകുപ്പുകൾ ചേർത്താണ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഇത് പരിശോധിച്ച കോടതി പോലീസിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയായിരുന്നു. പരാതിക്കാരൻ ഇല്ലാത്ത പരാതി പോലീസിന് എന്തിനാണെന്ന് കോടതി ചോദിച്ചു. പരാതിക്കാരന്റെ മൊഴിയിൽ ഇല്ലാത്ത വകുപ്പുകൾ പോലീസ് കൂട്ടിച്ചേർക്കുകയായിരുന്നു. പുതിയ വകുപ്പുകൾ ചേർത്തത് ദുരുദ്ദേശപരമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയാൽ നടപടിക്ക് വിധേയരാകേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. കോടതിയെ വിഡ്ഢികളാക്കാൻ പോലീസ് ശ്രമിച്ചാൽ എന്തു ചെയ്യണമെന്നറിയാം. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ കോടതി നിലപാടെടുത്താൽ ഒരു രാഷ്ട്രീയക്കാരും രക്ഷിക്കാൻ ഉണ്ടാവില്ലെന്നും കോടതി പറഞ്ഞു. പൊതു താൽപര്യം കണക്കിലെടുത്തല്ല പോലീസ് കേസ് അന്വേഷിക്കേണ്ടത്. തെളിവുകളും സാക്ഷിമൊഴികളും പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം ചെയ്യേണ്ടതെന്നും കോടതി പറഞ്ഞു. കേസ് ഡയറി നാളെ ഹാജരാക്കാൻ ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകി. ഹർജി നാളെ വീണ്ടും കോടതി പരിഗണിക്കും. പോലീസിന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കണമെന്ന് പ്രോസിക്യൂഷനോടും കോടതി ആവശ്യപ്പെട്ടു. നേരത്തെ പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥി ജിഷ്ണുവിന്റെ ദുരൂഹമരണ കേസിൽ ഇതേ കോടതി കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ ചർച്ച ചെയ്യുന്നത്. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് VV രാജേഷ്, DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് KS അരുൺകുമാർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ AM രോഹിത്, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ജിഷ്ണുവിൻ്റെ അമ്മാവൻ ശ്രീജിത്തിനെയും പരാതിക്കാരനായ വിദ്യാർത്ഥി ഷഹീർ ഷൗക്കത്ത് അലിയെയും സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ പ്രതിനിധി ശ്രീ അനിലിനെയും നമ്മൾ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു.
ആദ്യം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇതിലെ ഒരു നിയമപ്രശ്നം ഒന്ന് പരിശോധിച്ചിട്ട് നമുക്ക് മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. ഇവിടെ ഈ കേസിൽ ഈ വിദ്യാർത്ഥിയുടെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു, അന്വേഷണം നടക്കുന്നു. പരാതിയിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടാകാത്ത വകുപ്പുകൾ പിന്നീട് ചേർത്തു. അങ്ങനെ അഡീഷണൽ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി ചുമത്തി. IPC 365, 385 ഇതാണ് രണ്ട് ജാമ്യമില്ലാ വകുപ്പുകളായി ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു എന്നത് കോടതി അതിൽ ദുരുദ്ദേശം കാണുന്നു. മുൻകൂർ ജാമ്യം, അറസ്റ്റിന് ശേഷവും മുൻകൂർ ജാമ്യം പരിഗണിക്കുകയും അതിന്മേൽ നാളെ അത് വിശദമായി പരിശോധിക്കാമെന്ന് പറയുകയും കേസ് ഡയറി ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. സാധാരണ നടപടിക്രമമാണോ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്? ഇതിലൊരു അസാധാരണത്വം, സാധാരണ നമുക്ക് ഇത് നോക്കുമ്പോൾ ഒരു അസാധാരണത്വം തോന്നുന്നുണ്ട്. നിയമപരമായി നമുക്ക് ഈ വിഷയത്തെ എങ്ങനെ സമീപിക്കാൻ കഴിയും? കോടതി പറയുന്ന ഈ 365, 385 പിന്നീട് ചേർത്തു എന്നത് പോലീസിൻ്റെ ഒരു വീഴ്ചയാണോ എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോടതികളിൽ ഇത് അസാധാരണമായ സംഭവം എന്ന് പറയുന്നത് തന്നെയാണ്. കാരണം ഇത്തരം സാഹചര്യങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇവിടെ മുമ്പ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഫെബ്രുവരി മാസം അവസാനം മറ്റേ പാമ്പാടി കോളേജുമായി ബന്ധപ്പെട്ട് ജിഷ്ണുവിൻ്റെ കേസിൽ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ ഹൈക്കോടതി കേൾക്കുന്ന സമയത്ത് ഇത്തരം ഒരു പരാതിയെക്കുറിച്ച് കോടതിയിൽ ഒരു പരാമർശമുണ്ടായി. അത് സംബന്ധിച്ച് ഒരു 161 സ്റ്റേറ്റ്മെൻറ്റ് ഈ പറഞ്ഞ ഷൗക്കത്ത് ഈ പയ്യൻ്റെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 164 സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. രണ്ടാമത് വീണ്ടും ഒരു 164 സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. ഈ 3 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തു. ക്രൈമിൽ IPC 323, 342, 506 ഒക്കെ ചേർത്തിട്ട് നോൺ ബെയിലബിൾ മാത്രമായിട്ടുള്ള 3 ഒഫൻസ് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചേർത്തു. അതിൽ ഈ 342-നകത്ത് റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഒഫൻസ് ഉണ്ട്. ആ ഒഫൻസ് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 365-ഉം 383 കൂടെ ആഡ് ചെയ്തു. 365 ആഡ് ചെയ്യുന്നത് കിഡ്നാപ്പ് ചെയ്യണം റോങ്ഫുൾ കൺഫൈൻമെൻറ്റിൻ്റെ പർപ്പസിന് വേണ്ടി. അപ്പോൾ കിഡ്നാപ്പ് രണ്ടാമത് ചെയ്യാൻ പറ്റില്ല, കൺഫൈൻമെൻറ്റ് മുമ്പിട്ടാണ്ട ആക്ഷനാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കിഡ്നാപ്പിങ് അന്ന മൊഴിയിലുണ്ടായിരുന്നുവെങ്കിൽ 164 മജിസ്ട്രേറ്റ് എടുത്ത് കൊടുക്കുന്ന മൊഴിയാണ്. അന്നത്തെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആണ് ക്രൈം എടുക്കുന്നതെങ്കിൽ അന്ന് 365 ആഡ് ചെയ്യണമായിരുന്നു. കിഡ്നാപ്പിംഗ് സെക്കൻഡറി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യമില്ല. കൺഫൈൻമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ കിഡ്നാപ്പിംഗ് ഉണ്ടെന്ന് അത് അന്നേ പറയണം. ഇതിനകത്തെ അപാകതയാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. അതായത് കോടതിയെ ഫൂളാക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്ന് കോടതി ചിന്തിച്ചെന്ന് വെച്ചാൽ, കോടതിയുടെ മുമ്പിൽ ഒരു കാര്യം പറയുകയും രണ്ടാമത് വന്നേച്ച് ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടെന്നും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ അത് പ്രോപ്പറായിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ പോലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ്. കാരണം അവർ പ്രോപ്പറായി ഇൻവെസ്റ്റിഗേഷൻ അന്ന് ചെയ്യണമായിരുന്നു. അന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. അത് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ക്ഷീണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒരു കാലത്തും ഇനി ഇങ്ങനെ ചാർജ് ആൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ രക്ഷപ്പെടുക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കുക ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ട്രയൽ പോലും അക്യൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതുപോലത്തെ. അഡ്വക്കേറ്റ് അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിപ്പോൾ ജിഷ്ണുവിൻ്റെ കേസിലും ഇതേ കോടതി സമാനമായ വിമർശനം ഉന്നയിച്ചിരുന്നു. അന്ന് കോടതി പറഞ്ഞത് ആത്മഹത്യാ പ്രേരണ കുറ്റം കൃഷ്ണദാസിനെതിരെ നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ ആ കേസ് തന്നെ പൊളിഞ്ഞതിന് തുല്യമാണ്. ആ കേസിൽ ഒരു പ്രതിയെ പോലും ഇനിയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നത് വസ്തുതയായി നമ്മുടെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ കേസ്. ഇവിടെയും കൃഷ്ണദാസിന് സഹായകരമായ നിലപാട് പോലീസ് സ്വീകരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും സംശയിക്കുന്നത് ഈ കേസുകളിലൊക്കെ കൃഷ്ണദാസിനെ രക്ഷിക്കാൻ പോലീസിനുള്ളിൽ ശ്രമം നടക്കുന്നു. അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഒരുക്കിക്കൊണ്ടുള്ള അന്വേഷണമാണ് ഈ കേസുകളിലൊക്കെ നടക്കുന്നത്. അത് കോടതി തിരിച്ചറിഞ്ഞു, അത് കോടതി പൊളിക്കുന്നു, അത് കോടതിയിൽ ആ പോലീസിൻ്റെ നീക്കങ്ങൾ അപ്പാടെ തകർന്നു വീഴുകയാണ്. പോലീസിനുള്ളിൽ കൃഷ്ണദാസിനെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് തെളിയിക്കുന്നതല്ല ഈ രണ്ട് സംഭവങ്ങളും. അങ്ങനെ ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇന്ന് കോടതിയുടെ മുന്നിൽ ഒരു ജാമ്യാപേക്ഷ ടുഡേ മൂവ് ആയിട്ട് വന്നിരിക്കുകയാണ്. രാവിലെ ഫയൽ ചെയ്ത് 1:45 വരുന്നു. അപ്പോൾ പ്രതിഭാഗം പറയുന്ന കാര്യങ്ങൾ മാത്രമേ കോടതിയുടെ മുന്നിലുള്ളൂ. അപ്പോൾ ആൻറ്റിസിപ്പേറ്ററി ബെയിലാണ് വന്നത്, മുൻകൂർ ജാമ്യമാണ് വന്നത്. ആ സമയത്ത് ഗവൺമെൻറ് പ്ലീഡർ എണീറ്റ് നിന്ന് ഈ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് സബ്മിഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ മുൻകൂർ ജാമ്യം പരിഗണിക്കേണ്ട കാര്യമില്ല, കാലഹരണപ്പെട്ടു. പിന്നെ അവിടെ ക്ലോസ് ചെയ്യാണ്. പ്രതിക്ക് വേണമെങ്കിൽ ആ കൺസേൺഡ് മജിസ്ട്രേറ്റിന് മുന്നിൽ പോയി റെഗുലർ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് മാത്രം പ്രതിഭാഗം ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രം പരിഗണിച്ചുകൊണ്ട് കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ബെയിലബിൾ ഒഫൻസ് മാത്രമാണ് ഉള്ളൂ എന്നും അതിൽ നോൺ ബെയിലബിൾ ഒഫൻസ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നും
അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഏകപക്ഷീയമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നും ആരും സംരക്ഷിക്കാനുണ്ടാകില്ലെന്നും കോടതി കമൻ്റായി പറഞ്ഞു എന്നാണ്. പക്ഷെ ഒരു ഇടക്കാല ഉത്തരവും പാസ്സാക്കിയിട്ടില്ല. സാധാരണ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നീട് കേസ് പരിഗണിക്കുക. ഇത് വളരെ പ്രധാനമായി നാളെ തന്നെ പരിഗണിക്കാനായിട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നാളെയും ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൽ നിയമപരമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഇതൊരു കാലഹരണപ്പെട്ട ജാമ്യാപേക്ഷയാണ്. കാരണം കാലഹരണപ്പെട്ടിരിക്കുന്നു. അറസ്റ്റ് റെക്കോർഡ് ചെയ്തു എന്ന് ഗവൺമെൻറ് പ്ലീഡർ കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രതിഭാഗം അഭിഭാഷകനും പറയുന്നു ഓൾറെഡി അറസ്റ്റ് റെക്കോർഡ് ചെയ്തു, ഇന്ന് തന്നെ ഹാജരാക്കിയേക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഒരിക്കലും ഇതൊരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് കുറേ നിരീക്ഷണങ്ങൾ നടത്തി അതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നത് ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ ഒരു കാര്യം, തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ നോക്കിയിട്ടാണ് ഒരു കോടതി വിലയിരുത്തുന്നത്. ഇത് ഞാൻ നേരത്തെ തന്നിരിക്കുന്ന ഉത്തരവിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി, ഓവർകം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന രൂപത്തിലുള്ള സംശയമാണ് ഉന്നയിക്കപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ കേസ് ഇതിനു മുമ്പ് ഈ ജഡ്ജിയുടെ മുമ്പിൽ വന്നിട്ടില്ല. ഇത് മിസ്റ്റർ ഷൗക്കത്ത് അലിയുടെ പരാതിയുടെ പുറത്തുള്ള കേസാണ്. ഇത് ആദ്യമായിട്ടാണ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഇത് വരുന്നത്. ജിഷ്ണുവിന്റെ കേസാണ്. വാദം പറയുമ്പോൾ ഈ കംപ്ലൈന്റ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. പക്ഷേ കോടതിയുടെ മുന്നിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് ജിഷ്ണുവിന്റെ കേസിലാണ് ആദ്യം. ഇത് രണ്ടാമത്തെ ഷൗക്കത്ത് അലിയുടെ കേസാണ്. ഷൗക്കത്ത് അലിയുടെ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ആദ്യം കോടതിയുടെ പരിഗണനയിലില്ല. അവിടെ 306 എന്ന ആത്മഹത്യാ പ്രേരണ വകുപ്പ് ഈ കേസിൽ നിലനിൽക്കില്ലെന്നും അതിനുള്ള സഫീഷ്യന്റ് മെറ്റീരിയൽ ഇല്ല, അതുകൊണ്ട് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നു. അതിനുശേഷം ഇദ്ദേഹം ഹാജരാകുന്നു, ചോദ്യം ചെയ്യുന്നു, അവിടുന്ന് ജാമ്യത്തിൽ പോകുന്നു. അഡ്വക്കേറ്റ് അരുൺകുമാർ, അവിടെ ഒരു പ്രശ്നമുള്ളത് ഈ 365, 385 പിന്നീട് ഇതിന്റെ കൂടി ചേർക്കുകയാണല്ലോ. അത് എങ്ങനെ ഇത് ഇവിടെ സംഭവിക്കും? ഇതാണ് പ്രധാനപ്പെട്ട കുറ്റമെങ്കിൽ ഇതിലായിരുന്നില്ലേ കേസ് എടുക്കേണ്ടിയിരുന്നത്? ഇദ്ദേഹത്തിന്റെ മൊഴി, ഈ ഷൗക്കത്ത് അലിയുടെ മൊഴിയിൽ അങ്ങനെ പറയുന്നില്ല എന്ന് കോടതിക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസ് ഡയറി കോടതി നാളെ പരിശോധിക്കുമല്ലോ. സ്വാഭാവികമായും ഇതിൽ രണ്ട് സംശയം. ഒന്ന്, ജിഷ്ണുവിൻ്റെ അമ്മ സമരം തുടങ്ങാൻ പോകുന്നു തിരുവനന്തപുരത്ത്. അത്തരമൊരു സമരം തുടങ്ങിയാൽ അധികാര കേന്ദ്രങ്ങളെ, DGPയുടെ ഓഫീസിന് മുന്നിലുള്ള സമരം അധികാര കേന്ദ്രങ്ങളെ പിടിച്ചു കുലുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മറ്റൊന്ന്, ജിഷ്ണുവിൻ്റെ കുടുംബത്തിൻ്റെ നിർബന്ധപ്രകാരം സുപ്രീം കോടതിയിൽ ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ, കൃഷ്ണദാസിൻ്റെ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ റദ്ദാക്കാനുള്ള ഹർജി കൊടുത്തിട്ടുണ്ട്. അത് ഈ ആഴ്ച വരാനിരിക്കുന്നു. ഈ രണ്ട് സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്ത് പോലീസ് കളിച്ച ഒരു നാടകമായിരുന്നില്ലേ കോടതിയിൽ തകർന്നു വീണതെന്നതാണ് ഒരു സ്വാഭാവിക സംശയം. ഒരിക്കലും അത് പറയാൻ കഴിയില്ല. കാരണം 5 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ ബാക്കി 4 പ്രതികളുണ്ടല്ലോ. കോ അക്യൂസ്ഡിന്റെ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതല്ലേ? ഞങ്ങൾ ഒരുമിച്ച് ഒരു കുറ്റകൃത്യത്തിൽ ചെയ്ത ആളുകളെ 4 പേരെ ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാനുണ്ടായ കാരണം ഇന്നയാൾ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇന്ന രൂപത്തിലാണെന്നുള്ള വലിയ തെളിവ് മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് അത് പ്രതിപ്പട്ടികയിലേക്ക് ചേർത്തത്. പക്ഷേ ജിഷ്ണു പ്രണോയുടെ കേസിൽ പ്രിൻസിപ്പലിന്റെ 164 അനുസരിച്ച് രഹസ്യമൊഴി അനുസരിച്ചെടുത്ത കേസായിരുന്നു ഇദ്ദേഹത്തിന് എതിരെ ഉണ്ടായിരുന്നത്. അതിൽ കോടതി കേസ് ഡയറി പരിശോധിച്ചിട്ട് ഇദ്ദേഹത്തിനെതിരെ ഒന്നും ഈ കേസ് ഡയറിയിൽ ഇല്ല എന്ന് പറഞ്ഞ് ഇത് നിലനിൽക്കില്ല എന്ന് എഴുതിയിട്ടാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അത് 306 വകുപ്പുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ പ്രേരണ തെളിയിക്കണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ആ സെക്ഷൻ വായിക്കുമ്പോൾ തന്നെ അത് വ്യക്തമാണ്. ഒരാൾ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ പ്രോക്സിമിറ്റി ആയിട്ട്, അതിന് മുന്നോടിയായിട്ട് നടന്ന ചില സംഭവങ്ങൾ ഉണ്ടാവണം. ഇപ്പോൾ ഇത് ആ സംഭവം നടന്ന് 2-3 ദിവസം കഴിഞ്ഞ് ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് നിയമം അതിലേക്ക് നയിക്കാൻ, ഒരു പ്രോക്സിമിറ്റി ആയിട്ട് ഒരു 1-2 സംഭവങ്ങൾ നയിക്കാൻ കോടതിയുടെ ഒരു വിശകലനത്തിൽ അത് വേണ്ടത്ര സഫീഷ്യൻ്റ് ആയിട്ടുള്ള തെളിവുകൾ ഇല്ല എന്ന് ആ കേസിൽ കണ്ടു. പക്ഷേ ഈ കേസിൽ വന്നിരിക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണ് കൃഷ്ണദാസിനെ പ്രതിയാക്കി ചേർക്കാൻ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉപയോഗിച്ചത് എന്നത് ഈ കോടതിയുടെ മുന്നിലേക്ക് ഇതിന്റെ കേസ് ഡയറി ഹാജരാക്കുമ്പോഴേ വരുള്ളൂ. അത് വന്നിട്ടില്ല. ഇത് നാളെ അത് കേസ് ഡയറി കോടതി പരിശോധിച്ചോട്ടെ. ശ്രീ വി രാജേഷ്, ഇവിടെ പോലീസ് സ്വത്ത് കളിക്കുന്നു എന്ന ആക്ഷേപത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതോ കോടതി ഇത് പരിശോധിച്ച രീതിയിലാണോ വിമർശനം, നമ്മൾ അതിനെയാണോ വിമർശിക്കേണ്ടത്? ഏതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക? പോലീസ് ഈ കേസിൽ പ്രതി ചേർത്തു, കൃഷ്ണദാസിനെ വിവിധ കുറ്റങ്ങൾ ചുമത്തി, കൂടുതൽ അന്വേഷണത്തിന് ശേഷം 2 വകുപ്പുകൾ കൂടി അഡീഷണലായി ചേർത്ത് റിപ്പോർട്ട് കൊടുത്തു. ഇന്ന് അറസ്റ്റ് ചെയ്തതിന് ശേഷം കോടതിയിലെത്തുമ്പോഴേക്കും കാര്യങ്ങൾ മറിയുന്നു. ഇവിടെ എങ്ങനെയാണ് പോലീസിന് മേൽ ഒത്തുകളി ആരോപിക്കാൻ കഴിയുക? വിജയകുമാർ 2 ആസ്പെക്റ്റിൽ ചർച്ച ചെയ്യണം. ഒന്ന്, വിജയകുമാർ ചോദിച്ചൊരു റെലവൻറ്റ് ചോദ്യമുണ്ട്. DGPയുടെ ഓഫീസിന് മുന്നിൽ 27-ാം തീയതി ജിഷ്ണു പ്രണോയുടെ അമ്മ നിരാഹാരം ആരംഭിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ നെക്സ്റ്റ് മൊമെൻറ്റിൽ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യുന്നു. കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ള ഷൗക്കത്ത് അലിയുടെ കംപ്ലൈൻറ്റ് എന്നാണ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത്.
എനിക്ക് ആ ഡേറ്റ് അറിയില്ല. വിജയകുമാറിന് അറിയാമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യാമോ, എന്നാണ് ആ കംപ്ലയിൻറ്റ് ലഭിച്ചത്? ആ സംഭവം നടക്കുന്നത് ജനുവരിയിലാണ്. അതിന് തൊട്ട് ശേഷം, അതായത് ജിഷ്ണുവിൻ്റെ മരണത്തിന് ശേഷമാണ് ഇത് സംബന്ധിച്ച പരാതി അവിടെ ലഭിക്കുന്നത്. ജനുവരിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ജിഷ്ണുവിൻ്റെ മരണത്തിന് ശേഷമാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി അവിടെ ലഭിക്കുന്നത്. 27 ഫെബ്രുവരി 27-നാണ് ശ്രീ രാജേഷ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ബൈറ്റ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഞാൻ കണ്ടു. അദ്ദേഹം പറയുന്നത് ജിഷ്ണു പ്രണോയുടെ കേസ് പോലെ ഇതും ആകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഉടൻ തന്നെ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തത്. ഫെബ്രുവരി മാസത്തിൽ കിട്ടിയ ഒരു കംപ്ലൈൻറ്റിൻ്റെ ബേസിൽ പോലീസിന് ഇന്ന് വരെയും കൃഷ്ണദാസ് നാട്ടിലുണ്ടായിട്ട് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇന്നെന്തുകൊണ്ട് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തു? അതായത് DGPയുടെ ഓഫീസിന് മുൻപിൽ ജിഷ്ണു പ്രണോയുടെ കുടുംബം നിരാഹാരം ആരംഭിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ അത് വളരെ വലിയൊരു ചർച്ചയായിട്ട് മാറും. കേരള ഗവൺമെൻറ് പിടിച്ചാൽ കിട്ടാത്ത തരത്തിൽ ആ സമരം ഡെവലപ്പ് ചെയ്യും. ഒരു പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിന് തന്നെ അത് ഭീഷണിയായിട്ട് മാറും. അതുകൊണ്ട് ഇനി ജിഷ്ണു പ്രണോയുടെ കേസിൽ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ലല്ലോ. മറ്റൊരു കേസിലെങ്കിലും കൃഷ്ണദാസിനെ ഏതാനും മണിക്കൂർ അറസ്റ്റ് ചെയ്തു എന്നൊരു നാടകം വരുത്തി കേരള ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെതിരെ ഉണ്ടാകാൻ പോകുന്ന ഒരു രോക്ഷത്തിന് ഒരു പരിധിവരെയെങ്കിലും അടക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതിൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു നാടകമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. മറ്റൊന്ന്, ഒരു പക്ഷേ കോടതി അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം ഇതിൽ ഇത്തരത്തിൽ ഇടപെട്ടത്. പക്ഷേ കോടതിയുടെ ഈ ഇടപെടൽ ജനങ്ങൾക്കൊരു സംശയം സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ജിഷ്ണു പ്രണോയുടെ കേസിൽ ഞാൻ തുറന്നു പറയുന്നു, കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം തുടക്കത്തിൽ തന്നെ അനുവദിച്ചത് അന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതിഭാഗം ഹാജരാക്കിയ ജില്ലാ കളക്ടർ വിളിച്ച യോഗത്തിൻ്റെ ഫോർജഡ് ഡോക്യുമെൻ്റ് എന്തുകൊണ്ട് ഗവൺമെൻറ് അഭിഭാഷകൻ വാങ്ങി നോക്കിയില്ല എന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ഉന്നയിച്ചു. പക്ഷേ സ്വാഭാവികമായിട്ടും കോടതിക്കും ജഡ്ജിക്കുമൊക്കെ അത് പരിശോധിക്കാമായിരുന്നു. അവരാരും തന്നെ പരിശോധിച്ചില്ല. അന്നു തന്നെ കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായം, ഞാൻ പരിമിതിക്കകത്തു നിന്നുകൊണ്ട് പറയുന്നു, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ആരെയൊക്കെ സ്വാധീനിച്ചു എന്നുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് വീണ്ടും ഈ കേസ് വരുമ്പോൾ ഇൻഫ്രക്ഷ്യസ് ആയിട്ടുള്ള ഒരു കേസിൽ കോടതി ഒരു പരിധി കഴിഞ്ഞ അഭിപ്രായം പറയുമ്പോഴേക്കും അങ്ങനെ ആകാമായിരുന്നോ എന്നുള്ള ജെന്യുവിനായിട്ടുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടാകാം. വേറൊരു കാര്യം, ഞാൻ ഈ ഷൗക്കത്ത് അലിയുടെ 164 സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു പരാതിക്കാരനൊരു പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയിൽ ഒരിക്കലും സെക്ഷൻ പറയേണ്ട ആവശ്യമില്ല. ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങളെ ആസ്പദമാക്കി അന്വേഷിക്കുമ്പോൾ പരാതിക്കാരൻ പറയാത്ത പല കാര്യങ്ങളും ഈ കുറ്റകൃത്യത്തിന് ഉപോദ്ബലകമായി അല്ലെങ്കിൽ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലീസിന് ഒരുപക്ഷെ ആ സെക്ഷൻ പോലീസിന് ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരാളിനെ കൊന്നു, 302 ചേർക്കുന്നത്. പക്ഷേ അന്വേഷിക്കുമ്പോഴായിരിക്കും അതിന് പിന്നിൽ ഒരു കോൺസ്പിറസി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ കൊല്ലപ്പെട്ടു എന്ന് മാത്രം പറയുമ്പോൾ 302 നമ്മുടെ മനസ്സിൽ വരുമെങ്കിലും അന്വേഷിക്കുമ്പോൾ 120B കൂടി സ്വാഭാവികമായിട്ടും ആഡ് ചെയ്യും. ഇത് കേസ് ഡയറി പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്തുകൊണ്ടാണ് പോലീസ് കിഡ്നാപ്പിംഗ് സെക്ഷൻ ചേർത്തതെന്ന്. ആ കേസ് ഡയറി കോടതിയുടെ മുമ്പിലില്ല. അങ്ങനെ മുമ്പിലില്ലാത്ത കേസ് ഡയറി, പരിശോധിക്കാത്ത കേസ് ഡയറി, ആ കേസ് ഡയറി കണ്ടാൽ മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് കോടതി ഇന്ന് തന്നെ പരാമർശങ്ങൾ നടത്തുമ്പോൾ അതിലും ചില സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. ഇവിടെ ഇപ്പോൾ ഞാൻ ആ ആംഗിൾ അവിടെ നിർത്തുകയാണ്. ഞാൻ പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് പറയാം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കൃഷ്ണദാസിനെ ജിഷ്ണു പ്രണോയുടെ കേസിൽ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ചില തടസ്സങ്ങളുണ്ട്. പക്ഷേ ബാക്കി 4 പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്താ കേരള പോലീസിനെ പിന്നോട്ട് നയിക്കുന്നത്? ജിഷ്ണു പ്രണോയുടെ അമ്മ സത്യാഗ്രഹം വരുന്നു എന്ന് പറയുമ്പോഴേക്കും പോലും ആ 4 പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നില്ല. കൃഷ്ണദാസിന് വളരെ ഈസിയായി രക്ഷപ്പെടാൻ സാധിക്കുന്ന മറ്റൊരു കേസിൽ മാത്രം കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു നാടകം കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങേയറ്റം സംശയമുണ്ട്. കേരള പോലീസ് ഒത്തുകളിക്കുകയാണ്, കൃഷ്ണദാസ് എന്ന ഒരു ബോൺ ക്രിമിനലുമായി ചേർന്നുകൊണ്ട് ഒത്തുകളിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജിഷ്ണു പ്രണോയുടെ അമ്മ സത്യാഗ്രഹം ആരംഭിച്ചു കഴിഞ്ഞാൽ കേരള ഗവൺമെന്റിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഈ സമരം വ്യാപിക്കും. ശ്രീ AM രോഹിത്, ഇവിടെ ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് ബോധപൂർവമാണ് എന്ന് തോന്നുന്നുണ്ടോ? പോലീസ് ജിഷ്ണുവിൻ്റെ കേസിലും ഇപ്പോൾ ഇവിടെ ഷൗക്കത്ത് അലിയുടെ കേസിലും ഉണ്ടാക്കിയിരിക്കുന്ന ആശയക്കുഴപ്പം കോടതി നോക്കുമ്പോൾ മുഴുവൻ അവ്യക്തതയാണ്. ആദ്യമുള്ള പരാതിയിൽ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. പരാതിക്കാരനില്ലാത്ത പരാതികളാണ് പോലീസിനുള്ളത്. അങ്ങനെയാണ് കൂടുതൽ വകുപ്പുകൾ അവിടേക്ക് ഉണ്ടാകുന്നത്. പരാതിക്കാരൻ്റെ പരാതിയിൽ ഒരിടത്തും ആ വകുപ്പുകളില്ല. ജിഷ്ണുവിൻ്റെ കേസിൽ ഈ കേസ് ഡയറി മുഴുവൻ പരിശോധിക്കുമ്പോഴും കൃഷ്ണദാസ് എന്ന പ്രതിക്കെതിരെ ഒരു കുറ്റവും നിലനിൽക്കില്ലെന്ന് കോടതി എഴുതി വയ്ക്കുന്ന ഉത്തരവിൽ. ഇത് ഈ ആശയക്കുഴപ്പം ബോധപൂർവം ഉണ്ടാക്കുന്നതാണോ പോലീസ്? അങ്ങനെ കൃഷ്ണദാസിന് രക്ഷപ്പെടാൻ അവസരം ഒരുക്കുന്നതാണോ പോലീസ്? അങ്ങനെ ഈ കേസുകളൊക്കെ ഇല്ലാതാക്കുകയാണോ പോലീസ്? ഇതിനുള്ളിൽ പോലീസിനുള്ളിൽ ഇങ്ങനെ കൃഷ്ണദാസിനെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനമുണ്ട് എന്ന് നമുക്ക്
ആക്ഷേപിക്കാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ടോ? അതിനുള്ള വിവരങ്ങളാണോ ഈ കോടതികളിൽ നിന്ന് ഓരോ ദിവസവും പുറത്തു വരുന്നത്? അല്ല, ഇവിടെ ജിഷ്ണു പ്രണോയ് മരണപ്പെട്ടിട്ട് 76 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈ വിഷയത്തിനകത്ത് വളരെ കൃത്യമാണ് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ അനുസരിച്ചിട്ടുള്ള ഒരു നാടകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ കേസിനകത്ത് പ്രതി എന്ന് പറയുന്ന കൃഷ്ണദാസിനെയും സഹപ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുക. ജനുവരി 3-ാം തീയതിയാണ് ലക്കിടി ലോ കോളേജിനകത്തെ സഹീർ എന്ന് പറയുന്ന വിദ്യാർത്ഥി, ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി പരാതി കൊടുക്കുന്നത്. പരാതിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ കോളേജിനകത്ത് അനധികൃതമായി പണപ്പിരിവ് നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുതാര്യ കേരളം എന്ന് പറയുന്ന മുഖ്യമന്ത്രിയിലെ അതിലേക്ക് ഒരു പരാതി കൊടുത്തു. പരാതി കൊടുത്തതിന്റെ പേരിൽ സമാനമായി ജിഷ്ണുവിനെ മർദ്ദിച്ച അതേ റൂമിൽ കൊണ്ടുപോയി, ഇടിമുറി റൂമിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ മർദ്ദിക്കുകയാണ്. മർദ്ദനത്തിന് ശേഷം പുറത്തേക്ക് ഇറക്കി വിട്ടു. ഈ ജിഷ്ണുവിന്റെ മരണത്തിന് ശേഷം വലിയ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ ആ പ്രതിഷേധത്തിന്റെ ഒക്കെ എല്ലാം ഭാഗമായി കിട്ടിയ ധൈര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 27-ാം തീയതിയാണ് ഈ വിദ്യാർത്ഥി പഴയന്നൂർ സ്റ്റേഷനകത്തൊരു പരാതി കൊടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ ആളുകൾ തമ്മിൽ അടിപിടി നടന്നാൽ ആ അടിപിടിക്കകത്ത് കൃത്യമായി പോലീസ് ഇടപെടും. അടിപിടിക്ക് നേതൃത്വം കൊടുത്ത ആളുകളുടെ വീടുകളിൽ പോകും. ഫെബ്രുവരി 27-ാം തീയതി കൊടുത്ത ഒരു പരാതിക്കകത്ത് ഇന്നേ വരെ ഒരു നിലപാട് സ്വീകരിക്കാത്ത ഒരു സർക്കാരും ആഭ്യന്തര വകുപ്പും ഇപ്പൊ ജിഷ്ണുവിന്റെ അമ്മ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ സർക്കാരിന്റെ എതിരെ, നീതികേടിനെതിരെയുള്ള ഒരു വലിയ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുഖം സംരക്ഷിക്കാൻ വേണ്ടി ഇതിനകത്തെ പ്രതിയേർക്കപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു അറസ്റ്റ് നാടകം നടത്തിയിരിക്കുകയാണ്. ഇവിടെ വളരെ കൃത്യമാണ്, മാനേജ്മെന്റിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആഭ്യന്തര വകുപ്പും സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ബന്ധപ്പെട്ട മറ്റു പ്രതികളുണ്ടല്ലോ. വൈസ് പ്രിൻസിപ്പാൾ ഇന്നേ വരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. PROനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. മറ്റു അധ്യാപകരെ, പ്രതിയേർക്കപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അവരെല്ലാം പിടികിട്ടാപ്പുള്ളികളായി പുറത്തു നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു അറസ്റ്റ് നാടകം നടത്തിയിരിക്കുന്നത് കൃത്യമാണ്. മുഖം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സർക്കാർ ആ മുഖം നഷ്ടപ്പെട്ടതിൽ നിന്ന് പുറത്തേക്ക് വരികയാനുള്ള ഒരു വ്യഗ്രതയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലെ അറസ്റ്റ് നടന്നിരിക്കുന്നത്. ഇവിടെ കൃത്യമാണ്, കൃഷ്ണദാസിനെയും കൂട്ടാളികളെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇരയുടെ കൂടെ നിൽക്കാതെ വേട്ടക്കാരന്റെ കൂടെ നിലനിൽക്കുന്ന ഒരു സമീപനം ഈ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുകയാണ്. KSU ഇതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ കേസ് സമ്പൂർണ്ണമായി അട്ടിമറിക്കാനുള്ള ശ്രമമാണ് കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടക്കം മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനകീയമായ പ്രതിഷേധം ഉയർന്നു വരുന്നതിൽ നിന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അറസ്റ്റ് ഇന്നുണ്ടായിരിക്കുന്നത്. ഒരു ആത്മാർത്ഥതയും ഈ വിഷയത്തിനകത്ത് ഗവൺമെന്റിന് ഇല്ല. ശരി, അതാണ് താങ്കളുടെ അഭിപ്രായം. ഞാൻ വരാം. ഇപ്പോൾ സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രതിനിധി ശ്രീ അനിൽ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽ, ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ സംഘടനയുടെ ഒരു യോഗം നാളെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ യോഗത്തിൽ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു കൃഷ്ണദാസിന്റെ അറസ്റ്റ് ചൂണ്ടിക്കാട്ടി എന്നാണ്. ഏത് നിലയിലുള്ള പ്രതിഷേധം സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ പ്രകടിപ്പിക്കാനാണ് ഒരുങ്ങുന്നത് ഇപ്പോൾ? ശ്രീ അനിൽ, ഇന്നത്തെ അറസ്റ്റിന്റെ പറഞ്ഞോളൂ. അറസ്റ്റിന്റെ ഒരു സ്റ്റൈല് കണ്ടാൽ പെട്ടെന്നുണ്ടായ ഒരു എഡിഷൻസ് ഓഫ് സെക്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ ഒരു ഹൈക്കോടതിയിൽ ഈ കേസ്, അതായത് ഷഹീർ ഷൗക്കത്ത് അലിയുടെ കേസ്, ജിഷ്ണു പ്രണോയിയുടെ കേസ് മറ്റേ ബെയിൽ അപ്പീൽ കേൾക്കുമ്പോൾ, കൃഷ്ണദാസിന്റെ ബെയിൽ അപ്പീൽ കേൾക്കുമ്പോൾ ഈ ഷഹീർ ഷൗക്കത്ത് അലിയുടെ കേസ് പരാമർശിക്കപ്പെട്ടതാണ്. ആ സമയത്ത് ഹൈക്കോടതി ഈ ഷഹീർ ഷൗക്കത്ത് അലിയുടെ കേസിന്റെ സെക്ഷൻസ് ഒക്കെ ഹൈക്കോടതി വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ കേസ് ഹൈക്കോടതിയുടെ മുമ്പാകെ നിന്ന് നിൽക്കുമ്പോൾ പെട്ടെന്നുണ്ടായ അറസ്റ്റ് കൃഷ്ണദാസിനെ എങ്ങനെയും ഏത് രീതിയിലെങ്കിലും വകവരുത്തണം എന്ന് മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ലേ? അത് കേരളത്തിൽ ഇത്രത്തോളം സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരാളുടെ ഹൈക്കോടതി മറ്റേ കേസിൽ മുൻകൂർ ജാമ്യം കൊടുത്ത സ്ഥിതിക്ക് ഈ കേസിലും കൂടെ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണദാസിനെ യാതൊരു രീതിയിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകില്ലേ? അപ്പൊ അതിനൊരു പരിഹാരം എന്നോണം ചെയ്തതല്ലേ എന്ന് നമുക്ക് എല്ലാവർക്കും സംശയം തോന്നുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ശാസ്ത്രീയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന്റെ ഒരു മീറ്റിംഗ് എന്താണ്, അവലോകനം ചെയ്യണം, കാര്യങ്ങൾ അവലോകനം ചെയ്യണം. ഈ രീതിയിൽ ശാസ്ത്രീയ സ്ഥാപനങ്ങൾ കേരളത്തിൽ നടത്താൻ പറ്റില്ല എന്നൊരു ഒരു ചേതോവികാരം ശാസ്ത്രീയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റിന്റെയും എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റിന്റെയൊക്കെ അസോസിയേഷനിലേക്ക് ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു.
ശ്രീ അനിൽ, ഇതിപ്പോൾ നമുക്കറിയാം ഈ കോളേജിനെതിരെ ഉയർന്ന പരാതികൾ എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന്. ഈ കോളേജിൽ ഒരു കുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. ഈ മാനേജ്മെന്റിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു കുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു. അത് കൊലപാതകമാണെന്നാണ് അവരുടെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ ആ കുട്ടിയുടെ സുഹൃത്തുക്കളും വിശ്വസിക്കുന്നത്. അതിൽ അന്വേഷണം നടക്കുകയാണ്. ഈ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ലോ കോളേജിൽ ഒരു കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു. അവിടെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മാനേജ്മെന്റിന്റെ ഭാഗമായ ഈ ആളുകളാണ്. ഇവർക്ക് വേണ്ടി നിങ്ങൾ എന്തിന് സംസാരിക്കണം? ഇവർ നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കട്ടെ, അവരുടെ കേസുകൾ നടക്കട്ടെ. അതിൽ നിങ്ങൾ എന്തിന് പ്രതിഷേധിക്കണം? നിങ്ങൾ എന്തിന് കോളേജ് അടച്ചിടാൻ പോകണം? സ്വാശ്രയ മാനേജ്മെന്റുകളുടെ കീഴിൽ നടക്കുന്ന തോന്നിയവാസങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ അതിൽ പ്രതിഷേധിച്ച് കോളേജ് അടച്ചിടുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം പൊതുജന വിരുദ്ധമായ ഒരു നടപടി വേറെ ഇല്ലല്ലോ. ഒരിക്കലും കോളേജ് അടച്ചിടും എന്നുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല. ഇന്നത്തെ ഏത് സാധാരണക്കാരനും ഈ പെട്ടെന്നുള്ള അറസ്റ്റും നാടകവും എല്ലാം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. അല്ല, ഇത് സാധാരണക്കാരന്റെ വിഷയമല്ല ശ്രീ അനിൽ. ഇതിൽ താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ, ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്, ഈ പരാതികൾ ഗൗരവമുള്ളതാണ്. അതിൽ പോലീസ് നടപടി വൈകി എന്നതാണ് ആക്ഷേപം. ആ പോലീസ് നടപടി 27/2/2017 രജിസ്റ്റർ ചെയ്ത കേസിൽ ഇതുവരെ പോലീസ് ഒന്നും ചെയ്യാതെ ഇപ്പോൾ ചെയ്യുന്നതിലെ ആശങ്കയും ആക്ഷേപവുമാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത്. ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു ഈ അറസ്റ്റ് എന്നതാണ് ഒരു വിമർശനം. അല്ല, അത് തന്നെയാണ് ഞങ്ങളെ ആശങ്ക. ഇതുവരെ ഈ കേസില്, അതായത് ഷഹീർ ഷൗക്കത്ത് അലിയുടെ കേസില് ഹൈക്കോടതിയിൽ മുമ്പാകെ ജിഷ്ണു പ്രണോയിയുടെ പ്രമാദമായ കേസ് പരിഗണിക്കുമ്പോൾ ഇതിനെപ്പറ്റി പരാമർശങ്ങൾ വന്നെങ്കിൽ പോലും എന്നിട്ടും ഇതുവരെ ചേർക്കാത്ത വകുപ്പുകൾ ഇന്ന് എങ്ങനെയെങ്കിലും കൃഷ്ണദാസിനെ ശരിപ്പെടുത്തണമെന്ന് വിചാരിച്ച് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെയും ആശങ്ക. അപ്പൊ അത് ഒന്ന് പരിശോധിക്കണം, അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്ന് മാത്രം ആലോചിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നാളെ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. ശരി, അതായത് കോളേജ് അടച്ചിടൽ, സൂചനാ സമരം തുടങ്ങിയ സമര പരിപാടികളെ പറ്റി ഇപ്പോൾ ഒരു ആലോചനയും ഇല്ല അല്ലേ? ആവശ്യമുണ്ടെങ്കിൽ മാനേജ്മെന്റ് അസോസിയേഷൻ അത്തരം തീരുമാനങ്ങളിൽ പോവുകയോ ഇല്ലയോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇത് വിലയിരുത്തും. എത്രത്തോളം ഇത് കൃഷ്ണദാസിനെ വേട്ടയാടുകയാണോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണമല്ലോ. അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ നാളെ മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. ശ്രീ അനിൽ, കൃഷ്ണദാസിനെ വേട്ടയാടുന്നുവെന്ന് നിങ്ങൾ പറയുമ്പോൾ കൃഷ്ണദാസ് വേട്ടയാടിയവരെ പറ്റി കൂടി ദയവായി നിങ്ങളുടെ യോഗത്തിൽ ആലോചിക്കുമെന്ന് ഞാൻ കരുതുന്നു. താങ്കൾ പ്രതികരിച്ചതിന് നന്ദി. അഡ്വക്കേറ്റ് അരുൺ, ഇവിടെ ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയം ജിഷ്ണുവിൻ്റെ അമ്മയുടെ സമരമാണ് എന്നത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. 27 രജിസ്റ്റർ ചെയ്ത കേസിൽ ഇതുവരെ ഒരു നടപടിയും ഉണ്ടാകാതെ ഇരിക്കുകയും ജിഷ്ണുവിൻ്റെ അമ്മ ഒരു സമരം പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ തിടുക്കത്തിൽ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിലൂടെ ഉണ്ടായ തിരിച്ചടി കോടതിയിൽ നിന്ന് തുടങ്ങി എന്ന് വേണം വിലയിരുത്താൻ. ജിഷ്ണുവിൻ്റെ കേസിലും ഇനിയിപ്പോൾ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല, മുൻകൂർ ജാമ്യം കൊടുത്തു. മറ്റു പ്രതികളെ എന്തുകൊണ്ട് പിടികൂടുന്നില്ല? ഇടിമുറിയുടെ കാവൽക്കാരനായ കോൺഗ്രസ് നേതാവിൻ്റെ മകൻ സഞ്ജിത്ത് വിശ്വനാഥൻ എവിടെ? ജിഷ്ണുവിനെ ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാൻ കൂട്ടാകാതിരുന്ന അവിടുത്തെ അധ്യാപകൻ പ്രവീൺ എവിടെ? അങ്ങനെ അവിടുത്തെ വൈസ് പ്രിൻസിപ്പൽ എവിടെ? ഇവർക്കൊക്കെ വേണ്ടി ആരാണ് സംസാരിക്കുന്നത്? ഇവരൊക്കെ എവിടെ ഒളിവിൽ പോകാനാണ്? ഇവരെ ഒന്നും പിടിക്കാതെ പോലീസ് നടത്തുന്നത് നാടകമല്ലാതെ പിന്നെന്താണ്? ഇൻവെസ്റ്റിഗേഷൻ വളരെ ശക്തമായി തന്നെ നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒന്നാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേസ് സുപ്രീം കോടതിയിൽ പെൻഡിംഗ് ആണ്. മറ്റെല്ലാ പ്രതികളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ ഷൗക്കത്ത് അലിയുടെ പരാതിയും ആ പരാതിയുടെ ഭാഗമായി 4 പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഇതുവരെ ഷൗക്കത്ത് അലിയുടെ കേസിൽ ബെയിലബിൾ ഒഫൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കൃത്യമായി മറ്റു പ്രതികളെ ചോദ്യം ചെയ്യുന്ന സാഹചര്യവും 164 സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന സാഹചര്യവും രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് 2 നോൺ ബെയിലബിൾ ഒഫൻസ് ഇതിലുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇതിലേക്ക് ഇപ്പോൾ 2 നോൺ ബെയിലബിൾ ഒഫൻസ് വരികയും പ്രതിയെ പിടിക്കുകയും ചെയ്തത്. ഇപ്പോൾ 5 പ്രതികളും ഇതിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ മോശമാണെന്നോ അല്ലെങ്കിൽ അമ്മ പ്രഖ്യാപിച്ചിരിക്കുന്ന സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിടുക്കത്തിലുള്ള അറസ്റ്റാണോ എന്ന് നമുക്ക് ഒരു കാരണവശാലും പറയാൻ കഴിയില്ല. ഇതുവരെ പ്രതിയെ പിടിക്കുന്നില്ല എന്നതായിരുന്നു പരാതി. ഇപ്പോൾ പ്രതിയെ പിടിച്ചപ്പോൾ പ്രതിയെ പിടിക്കാൻ വൈകിപ്പോയതും പ്രതിയെ പിടിച്ച രീതിയെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ അതിന്റെ ശക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണല്ലോ. അധികം താമസിയാതെ തന്നെ അതിലെ പ്രതികളെ പിടികൂടുന്നതിന് നിയമപരമായ തടസ്സമൊന്നുമില്ല. കൃഷ്ണദാസിന്റെ കാര്യത്തിൽ മാത്രമേ കോടതിയുടെ ഒരു തടസ്സമുള്ളൂ, മറ്റു പ്രതികളുടെ കാര്യത്തിൽ ഒരു തടസ്സമില്ല. അതിൽ കുറച്ച് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പെൻഡിംഗ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതി ഏറ്റവും ഒടുവിലും തൃശ്ശൂരിലെ കോടതി തള്ളി എന്നതാണ് ഏറ്റവും ഒടുവിൽ വന്ന കാര്യം. വീണ്ടും അവർക്ക് മുൻകൂർ ജാമ്യാപേക്ഷ ഏത് കോടതിയിലും കൊടുക്കാം. അത് മുഴുവൻ തീർപ്പാകുന്നതുവരെ പോലീസ് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ.
എളുപ്പമാകുന്നവരെ കാത്തിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു, കോടതി കേസ് ഡയറി വിളിപ്പിച്ച് പെൻഡിങ് നിൽക്കുന്ന സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യുന്നതിൽ സാധാരണ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ ശ്രമിച്ചാൽ തന്നെ കോടതിയുടെ നോട്ട് ടു അറസ്റ്റ് പോലുള്ള ഓർഡറുകൾ സാധാരണ ഉണ്ടാകാറുണ്ട്. ഇതിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതോട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊട്ടടുത്തുള്ള കേസിൽ ഇപ്പോൾ 5 പ്രതികളെ പിടിച്ചു. ഈ കേസിലും എത്രയും പെട്ടെന്ന് പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിലൊരു ഡിലേ വരുമ്പോൾ ആ രൂപത്തിലുള്ള വിമർശനം, പ്രതികളെ പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചതിനെതിരെ വിമർശനം. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, നടിയെ ആക്രമിച്ച കേസിൽ 6-ാം ദിവസം പ്രതിയെ പിടിച്ചപ്പോൾ ആ പ്രതിയെ പിടിച്ച രീതി ശരിയായില്ല എന്ന് പറഞ്ഞ് കടുത്ത വിമർശനം. അതുപോലെ തന്നെ മറ്റു പല കേസുകളിലും ഇപ്പോൾ മിഷേലിൻ്റെ കേസ് വന്നു, അതിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെയും വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തതിനെ വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ പോലീസിന് ഒരു ടൈം ഓരോ കേസിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ചർച്ച ചെയ്യരുതേ. ഇല്ല, അതിലേക്ക് പോകുന്നില്ല. ഞാൻ കൃത്യമായി പറഞ്ഞു ഇല്ല, പ്രതിയെ പിടിച്ചു കഴിയുമ്പോൾ ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കണം. ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇടപെടേണ്ടി വരുന്നത്. ധൈര്യമായിട്ട് ഇടപെട്ടുള്ളൂ. മറ്റൊന്ന് സുഹൃത്ത് പറഞ്ഞു, ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, ശക്തമായ അന്വേഷണം എന്ന് താങ്കൾ 4-5 തവണ പറഞ്ഞു. ആ പ്രതികൾ ഇന്ത്യ വിട്ട് പോയിട്ടില്ലല്ലോ, അവർ ഇന്ത്യയിൽ തന്നെ ഉണ്ടല്ലോ. അവരെ ഈ മാത്രമുള്ള ഒരു 4 പ്രതികളെ, ഈ പ്രതികൾ ഇന്ത്യ വിട്ട് പോയിട്ടില്ലെന്നും ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്നും അങ്ങക്ക് എങ്ങനെ മനസ്സിലായി? എങ്കിൽ അങ്ങ് പറയൂ, എവിടെയാണ് പ്രതികൾ ഉള്ളതെന്ന്. ഇവിടത്തെ പോലീസ് പറയട്ടെ. ആ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. പിണറായി വിജയനോട് രാജിവെച്ചിട്ട് എന്നെ മുഖ്യമന്ത്രി കസേര ഇരുത്താൻ പറയൂ, ഞാൻ പറയാം. ഇപ്പോ 5 പ്രതികളെ പിടിച്ചു നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നു. ആ 5 പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ പറയുന്നു, അപ്പോൾ ഞാൻ പറയാം പ്രതികൾ എവിടെ ഉണ്ടെന്ന്. ഇല്ല, 5 പ്രതികളെ ഇപ്പോൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ പറയുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകി, അറസ്റ്റ് ചെയ്ത രീതി ശരിയല്ല, ഇരയുടെയും വേട്ടക്കാരുടെയും പേര് പറഞ്ഞുകൊണ്ട് വലിയ ഡിവിഷൻ നടത്തുകയാണ്. താങ്കൾ ശക്തമായ അന്വേഷണം നടക്കുന്നു 4-5 തവണ പറഞ്ഞു. അല്ല, ഇപ്പോൾ ശക്തമായ അന്വേഷണം നടക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ 4 പ്രതികൾ എവിടെയെന്നെങ്കിലും പറഞ്ഞോ? 4 പ്രതികളെ പിടിച്ച് അവരെ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായി വന്ന തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലേ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള ചങ്കുറ്റം പോലീസ് കാണിച്ചത്? ഇപ്പൊ ഇന്ന് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ, നാളെ സി ഡി ഹാജരാക്കാൻ പറഞ്ഞിരിക്കുന്നു. സി ഡി ഹാജരാക്കുമ്പോഴാണ് യഥാർത്ഥ വിവരം അറിയാൻ കഴിയുക. ഏതായാലും 2 നോൺ ബെയിലബിൾ ഒഫൻസ് കൃത്യമായി ഇതിൽ ഉൾപ്പെടുത്താൻ പോലീസ് തീരുമാനിക്കാൻ കാരണം വന്ന കൃത്യമായിട്ടുള്ള മെറ്റീരിയലിന്റെ അടിസ്ഥാനത്തിലല്ലേ? ജിഷ്ണു പ്രണോയിയുടെ കേസിലും അന്വേഷണം നടക്കുന്നു. ആദ്യം മുൻകൂർ ജാമ്യം കൊടുത്തു, തൃശൂർ കോടതി തള്ളി. അതിനുശേഷവും കയ്യിൽ കിട്ടിയ കംപ്ലൈന്റ് വെച്ചുകൊണ്ട് ആ കംപ്ലൈന്റിന്റെ പുറത്ത് അടയിരുന്ന ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു? എന്നിട്ടാണോ പറയുന്നത് ശക്തമായ അന്വേഷണം നടക്കുന്നു? അല്ല, കംപ്ലൈന്റിൽ അങ്ങ് ആദ്യം പറഞ്ഞു കംപ്ലൈന്റിൽ സെക്ഷൻ എഴുതിയിട്ടുണ്ട് എന്നല്ല. ഒരിക്കലും കംപ്ലൈന്റിൽ ആരും സെക്ഷൻ എഴുതില്ല. ആ കേസുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളാണ് എഴുതുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുക. സംഭവ സ്ഥലത്ത് വരുന്നു, സാക്ഷികളെ ചോദ്യം ചെയ്യുന്നു, മൊഴി രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഓരോ ഘട്ടമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുമ്പോഴല്ലേ അതിൽ മറ്റു പ്രതികളുണ്ട് അല്ലെങ്കിൽ ഇന്ന സെക്ഷൻ ഉണ്ട് എന്ന് ബോധ്യപ്പെടുക. ആദ്യം കൊടുക്കുന്ന പരാതിയിൽ ഏതെങ്കിലും തരത്തിൽ സെക്ഷൻ എഴുതുകയോ ഇന്ന രീതിയിലെ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള ആ രീതി തീരുമാനിക്കേണ്ടത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയല്ലേ? അങ്ങനെ അന്വേഷണം നടത്തി വന്നപ്പോഴാണ് 2 നോൺ ബെയിലബിൾ ഒഫൻസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. ശ്രീ വി രാജേഷ്, ഇവിടെ പോലീസിനെ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുകയാണോ? പോലീസ് ഇപ്പോൾ ഈ കേസിൽ നടപടി എടുത്തപ്പോൾ വിമർശനം, മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്തപ്പോൾ വിമർശനം എന്ന് പറയുന്നത് പോലീസിനെ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുകയാണോ എന്നൊരു ആക്ഷേപമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. അതെങ്ങനെ വിജയകുമാറേ, അങ്ങനെ പറയാൻ സാധിക്കുന്നത്? ജിഷ്ണു പ്രണോയുടെ അമ്മ സത്യാഗ്രഹം കിടക്കുന്നു എന്ന് പറയുമ്പോൾ അടുത്ത മണിക്കൂറിൽ അറസ്റ്റ് ചെയ്യുന്നു. 1.5 മാസം മുമ്പ് കിട്ടിയ കംപ്ലൈന്റിന്റെ ബേസിൽ ഈ 1.5 മാസം ഈ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. മറ്റൊന്ന്, ഈ ജിഷ്ണു പ്രണോയുടെ കേസിലെ കൃഷ്ണദാസിനെ വിട്ടേരെ, ബാക്കി 4 പ്രതികളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അതിന് മറുപടി പറയാൻ തയ്യാറാകണ്ടേ? പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇനാക്ഷൻ അത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. പോലീസിനെ വിമർശിക്കാതിരിക്കണമെങ്കിൽ പോലീസ് വാങ്ങുന്ന ശമ്പളത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. പോലീസ് പ്രവർത്തിക്കേണ്ട കൃഷ്ണദാസിന് വേണ്ടിയല്ല, പോലീസ് പ്രവർത്തിക്കേണ്ടത് കോളേജിന്റെ മാനേജ്മെന്റിന് വേണ്ടിയല്ല. പോലീസ് മറുപടി പറയട്ടെ, എവിടെയാണ് 4 പ്രതികൾ? താങ്കൾ പറഞ്ഞല്ലോ എന്ത് ശക്തമായ അന്വേഷണമാണ് സുഹൃത്തെ നടക്കുന്നത്. താങ്കൾ പറഞ്ഞല്ലോ വേറൊരു കാര്യം, ഈ കംപ്ലൈന്റിൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന്. ഇത്രയും കാലം പോലീസ് എവിടെയായിരുന്നു? ഒരു ഫോർജഡ് ഡോക്യുമെന്റ് കാണിച്ചിട്ട് കൃഷ്ണദാസ് ആന്റിസിപ്പേറ്ററി ബെയിലിന് വേണ്ടി ആർഗ്യൂ ചെയ്യുമ്പോഴേക്കും അതൊരു തെറ്റായ രേഖയാണെന്ന് പറയാതെ നിങ്ങളുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ത് ചെയ്യായിരുന്നു? ഗവൺമെന്റ് പ്ലീഡർ ആ രേഖയുടെ ഒരു കോപ്പിയെങ്കിലും വാങ്ങി നോക്കുകയോ? എന്നിട്ട് ആ ഗവൺമെന്റ് പ്ലീഡർക്ക് പറയാമായിരുന്നല്ലോ, ഇങ്ങനെയൊരു യോഗം തൃശ്ശൂരിൽ നടക്കുന്നില്ല, ഇങ്ങനെയൊരു യോഗത്തിൽ കൃഷ്ണദാസിന് പോകേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ 438 ആപ്ലിക്കേഷൻ തള്ളിക്കളയണം. നിങ്ങളുടെ ഗവൺമെന്റ് പ്ലീഡർ അത് പറഞ്ഞില്ലല്ലോ, അത് കൺസീഡ് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കണ്ടേ? ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോഴേക്കും ഞങ്ങൾ പോലീസിനെ വിമർശിക്കുകയാണോ ചെയ്യുന്നത്? ഒരു രൂക്ഷമായ ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത്.
ആ കൊലപാതകത്തിന് കാരണക്കാരായിട്ടുള്ള മാനേജ്മെന്റ് സംരക്ഷിക്കാനാണ് നിങ്ങളുടെ ഗവൺമെന്റ് നോക്കുന്നത്. ഈ വി വി രാജേഷ് ഒരു കോടതിയിൽ പോകുന്ന അഭിഭാഷകനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതിയിൽ പോകുന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ ഫയൽ ചെയ്യുമ്പോൾ രാവിലെയോ ഉച്ചയ്ക്കോ ഫയൽ ചെയ്താൽ അതിന്റെ കോപ്പി പ്രോസിക്യൂട്ടർക്ക് കൊടുക്കും. ആ പ്രോസിക്യൂട്ടർക്ക് കൊടുത്ത കേസ് അഡ്മിഷന് വരുമ്പോഴാണ് ഇൻസ്ട്രക്ഷൻ എടുക്കാൻ പറയുക. അപ്പോൾ കൃത്യം പ്രതി ഫയൽ ചെയ്യുന്ന രേഖ മാത്രമാണ് ഉള്ളത്. അത് ശരിയാണോ, ആ രേഖ തെറ്റാണോ, അതിന് നിയമസാധുതയുണ്ടോ എന്ന് പരിശോധിക്കാൻ കൃത്യമായി കേസ് ഡയറി വരണം. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കൊണ്ടുവന്ന റിപ്പോർട്ട് കൊടുക്കണം. ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ തന്നെ ഒരു ഇന്റർവ്യൂ ഓർഡർ മേടിച്ചിട്ട് അതാണ് അബ്സല്യൂട്ട് എന്ന് വിചാരിക്കുന്ന രീതി തെറ്റാണ്. ഇന്നുണ്ടായതും ആദ്യം വിഷ്ണു പ്രണോയുടെ കേസിന്റെ ആദ്യത്തെ ദിവസം ഉണ്ടായതും ശരിക്കും ആദ്യത്തെ ദിവസം തന്നെ കേസ് ഫയൽ ചെയ്ത് വരുമ്പോൾ തന്നെയുള്ള സാഹചര്യമാണ്. അത് വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റില്ല. കാരണം ഗവൺമെന്റ് ലീഡറുടെ മുന്നിൽ രേഖ വരുന്നത് എങ്ങനെയാണ്? ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കൊണ്ടേ കൊടുക്കണം, SI കൊണ്ടേ കൊടുക്കണം. അത് കൊണ്ടേ കൊടുക്കുന്നത് കേസിന്റെ ഒരു 7 ദിവസം കഴിഞ്ഞിട്ടാണ്, ഫയൽ ചെയ്യുന്ന ദിവസം അല്ലല്ലോ. എന്റെ സുഹൃത്തെ ഞാൻ പറയട്ടെ, ഇത്രയും പ്രമാദമായ അല്ല, എന്റെ അഭിഭാഷക പാരമ്പര്യം താങ്കൾ ചോദ്യം ചെയ്യേണ്ട. ഇത്രയും പ്രമാദമായ കേസിൽ പ്രതിഭാഗം ഒരു രേഖയെടുത്ത് ഹാജരാക്കുമ്പോൾ ഗവൺമെന്റ് പ്ലീഡർക്ക് അതിന്റെ ഒരു കോപ്പി എനിക്ക് കാണണം എന്ന് ആവശ്യപ്പെടാമല്ലോ. ഗവൺമെന്റ് പ്ലീഡർക്ക് ആവശ്യപ്പെട്ടില്ല എന്ന് പെട്ടില്ല എന്ന് നിയമം പറയുന്നില്ലല്ലോ. കോപ്പി കൊടുത്തിട്ട് ഫയൽ ചെയ്യാൻ പറ്റൂ. അന്നേരം ആവശ്യപ്പെടുകയല്ല, ആ കോപ്പി കയ്യിലുണ്ട്. പക്ഷെ അത് ജെന്യുവൻ ആണോ, മീറ്റിംഗ് ഉണ്ടോ എന്ന് പോലീസിനെ വിളിച്ച് ഇൻസ്ട്രക്ഷൻ എടുക്കണ്ടേ? ആ ഇൻസ്ട്രക്ഷൻ എടുക്കുന്നത് പിറ്റേ ദിവസത്തേക്ക് പറയുന്ന ദിവസത്തേക്കല്ലേ. ഇന്ന് ഫയൽ ചെയ്തു കോടതിയിൽ. രാവിലെ ടുഡേ ആയിട്ട് മൂവ് ചെയ്ത കേസ് 1:45 വന്നു. 1:45 വന്നപ്പോൾ പ്രോസിക്യൂട്ടർ ഈ കൃത്യമായി ചോദിച്ചില്ല, ഈ ഇത്തരം ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റൂ എന്ന് പറയാൻ പോലും കോടതിയിൽ അദ്ദേഹം തയ്യാറായില്ല. അതിനാണല്ലോ ഇൻസ്ട്രക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ഡേറ്റിലേക്ക് എടുത്തുവല്ലോ. അതിനു മുമ്പ് കോടതി അന്ന് തന്നെ നോട്ട് അറസ്റ്റ് പറഞ്ഞുവല്ലോ, അദ്ദേഹത്തിന്റെ അറസ്റ്റ് തടഞ്ഞുവല്ലോ. അത് ഒഴിവാക്കാമായിരുന്നു. ഇത്തരം ഒരു മീറ്റിംഗ് സംബന്ധിച്ച് എനിക്ക് ചില സംശയങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പറ്റുമായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞില്ല. സാധാരണ ഒരു ബെയിൽ ആപ്ലിക്കേഷന്റെ അനക്സർ ഡോക്യുമെന്റ് ആയിട്ട് വരുന്ന ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റ് ഒരിക്കലും കോടതിയിൽ ഒരു കള്ള ഡോക്യുമെന്റ് കൊണ്ടുവരും എന്നൊരു പ്രസംഷൻ നമുക്കില്ല. കോടതിയിൽ ഫയൽ ചെയ്ത് വരുന്നു, കേസ് എടുക്കുമ്പോൾ തന്നെ ഒരു ഇൻട്രീം ഓർഡർ, നോട്ട് ടു അറസ്റ്റ് ഓർഡർ ഇടും, ഫയൽ താഴത്തേക്ക് വരികയാണ്. അതിൽ കൃത്യമായി ആ ഡോക്യുമെന്റ് ജെനുവിൻ ഡോക്യുമെന്റ് ആണോ, ഹാജരാക്കിയിരിക്കുന്ന മെറ്റീരിയൽസ് കൃത്യമായി നിയമപരമാണോ എന്ന് നോക്കുന്നത് ശരിക്കും ഇൻസ്ട്രക്ഷൻ വരുമ്പോഴാണ്. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതിന്റെ കേസ് ഡയറിയും അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റും ബന്ധപ്പെട്ട രേഖകളെല്ലാം കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടക്കുന്നത്. ശരി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇതിലിപ്പോൾ മറ്റു വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ 2 കേസിലും പോലീസിനെതിരെ വിമർശനം ഉണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ വിമർശനത്തിൽ കുറച്ച് കഴമ്പുണ്ടാകുന്ന 2 കേസിലും താങ്കൾ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ആന്റിസിപ്പേറ്ററി ബെയില് ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു പ്രസക്തിയും ഇല്ലല്ലോ. കോടതി ഈ ആന്റിസിപ്പേറ്ററി ബെയിലിന്മേൽ ഇത്രത്തോളം അതിന്മേൽ ഇടപെടുന്നത് എന്തിനാണ്? മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുന്ന സമയത്ത് അവിടെ പോയി പറഞ്ഞു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? ആന്റിസിപ്പേറ്ററി ബെയിൽ അറസ്റ്റിന് ശേഷം അതെങ്ങനെ നിലനിൽക്കും? നിയമപ്രശ്നമായതുകൊണ്ട് ഞാൻ പറയുന്നതിനകത്ത് ആന്റിസിപ്പേറ്ററി ബെയിൽ, ആ പെറ്റീഷനിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ ഗ്രാന്റ് ചെയ്തുകൊണ്ട് ഒരു ഓർഡർ ഇനി പാസ്സാക്കാൻ സാധിക്കില്ല. ഇൻഫ്രക്ചസ് ആണ്, തർക്കമൊന്നുമില്ല. കോടതി പറഞ്ഞത് ഇത്തരം ഒരു ഓൾട്ടറേഷൻ എങ്ങനെ നടന്നു എന്നത് പരിശോധിക്കാൻ മാത്രമേ ചെയ്യത്തുള്ളൂ. ഇനി ഇയാൾക്ക് ആന്റിസിപ്പേറ്ററി ബെയിലോ ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയവും ഇൻവെസ്റ്റിഗേഷനോട് കൂടിക്കൊഴിച്ചിരിക്കുക. ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം വരുന്നു, ഇവർ സമരത്തിന് പോകാൻ പോകുന്നു, നിരാഹാരം ഇരിക്കാൻ പോകുന്ന ഒരു സാഹചര്യം വരുന്നു. ആ സമയത്ത് ഒരു ഓൾട്ടറേഷൻ നടത്തി. ഈ ഓൾട്ടറേഷൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായി ഒന്ന് കേൾക്കുക. റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് എന്നതാണ് ആദ്യത്തെ ഒഫൻസ്. റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് നടത്തുന്നതിന് വേണ്ടി കിഡ്നാപ്പ് ചെയ്തു എന്നാണ് 365 പറയുന്നത്. അപ്പോൾ കിഡ്നാപ്പിംഗ് ആദ്യത്തെ പ്രോസസ്സാണ്. കിഡ്നാപ്പ് ചെയ്തതിന് ശേഷമാണ് റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് നടന്നത്. അതായത് ആദ്യത്തെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ കിഡ്നാപ്പിംഗ് അന്നേ വരണമായിരുന്നു. 365 എന്തുകൊണ്ട് അന്നിട്ടില്ല? അതിൻ്റെ കോൺസിക്വൻസ് പൊളിറ്റിക്കലായി ഫേസ് ചെയ്യേണ്ടി വന്നപ്പോൾ അത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ഓൾട്ടർ ചെയ്തു. ഒരു കാര്യം പറയാം, ഒരു പ്രതിയെ ആഡ് ചെയ്യുകയോ ഒരു ചാർജ് ഓൾട്ടർ ചെയ്യുകയോ ചെയ്താൽ ബെയിൽ കിട്ടുന്നതിന് അത് പ്രതിയെ സഹായകമാക്കുകയുള്ളൂ, അക്വിറ്റൽ കിട്ടുന്നതിന് പ്രതിയെ സഹായമാക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിപ്പം നിങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലും അവർ നടത്താൻ പോകുന്ന വാദം ഈ ഓൾട്ടറേഷൻ്റെ ഡിലേ ആണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇതൊക്കെ പ്രതിയെ സഹായിക്കപ്പെടുകയാണ്. അതിനകത്ത് പ്രശ്നം ഈ സാഹചര്യത്തിൽ ഇങ്ങനെ വന്നതിൻ്റെ കാരണം രാഷ്ട്രീയ കാരണങ്ങളാണ്. ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, ഒരു നിരാഹാരം വരാൻ പോകുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്തരം ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ആ ജനങ്ങളുടെ വികാരത്തെ കെട്ടിയടക്കാമെന്നാണ് ശ്രമിച്ചതെങ്കിൽ അതിന് പോലീസ് എടുത്ത ആക്ഷൻ പ്രോപ്പർ അല്ല എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ CD ഒന്ന് കാണട്ടെ,
എങ്ങനെയാണ് നിങ്ങൾ ഇതിലേക്ക് അറൈവ് ചെയ്യുന്നത്? വേറെ എവിഡൻസസ് വല്ലതും ഉണ്ടോ? ആ CD കണ്ടതിന് ശേഷം ആൻറ്റിസിപ്പേറ്റ് കൊടുക്കാനൊന്നും അല്ലാതെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നാളെ പ്രൊഡ്യൂസ് ചെയ്യും, അവിടെ ബെയിൽ ആപ്ലിക്കേഷൻ അവർ മൂവ് ചെയ്യുന്നുണ്ടാവും, അതേ സംഭവിക്കുകയുള്ളൂ. അല്ല, കോടതി തെറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ജിഷ്ണു പ്രണോയിയുടെ അമ്മാവൻ ശ്രീജിത്ത് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീജിത്ത്, നിങ്ങളൊക്കെ പോരാടുന്ന ഒരു കേസിൽ കൃഷ്ണദാസിന്റെ അറസ്റ്റ് ഉണ്ടായില്ലെങ്കിലും മറ്റൊരു കേസിൽ കൃഷ്ണദാസിന്റെ അറസ്റ്റ് ഉണ്ടായി. ഇപ്പോൾ കോടതി ആ അറസ്റ്റിനെ വിമർശിച്ചിരിക്കുകയാണ്. താങ്കൾക്ക് തോന്നുന്നുണ്ടോ ജിഷ്ണുവിൻ്റെ അമ്മ, താങ്കളുടെ സഹോദരി നടത്താൻ പോകുന്ന ഒരു വലിയ സമരത്തിന് മുന്നോടിയായി, അല്ലെങ്കിൽ ആ സമരം ഒന്ന് തണുപ്പിക്കാൻ, അല്ലെ ആ സമരത്തിൽ നിന്നും നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പോലീസ് വേഗത്തിൽ മറ്റൊരു കേസിലാണെങ്കിലും കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് മുഖം രക്ഷിക്കാൻ ഒരു ശ്രമം നടത്തിയതാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതിനു മുമ്പായിട്ട് എനിക്ക് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, ഈ നേരത്തെ DGP ഈ മഞ്ചേരി ശ്രീധരൻ നായർ കോടതിയിൽ നടത്തിയ ഇടപെടൽ സംബന്ധിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നതായി കണ്ടു. അവിടെ വലിയ പിഴവുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 15-ാം തീയതി ഈ അവിടെ യോഗം ചേരുകയും കോളേജ് തുറക്കാനും കൃഷ്ണദാസിനെ കോളേജിൽ പ്രവേശിപ്പിക്കരുത് എന്ന് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ഉച്ചയോടുകൂടി ഉണ്ടാകുകയും കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും പിറ്റേ ദിവസം ഇറങ്ങിയ മുഴുവൻ പത്രങ്ങളിലും ഈ വാർത്ത വന്നിട്ട് അത് ശ്രീധരൻ നായരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല, കടലാസ് പരിശോധിക്കേണ്ടി വരും എന്ന വാദത്തെ ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതൊരു പിഴവാണ്. അത് ബോധപൂർവം സംഭവിച്ചതാണോ അല്ലെങ്കിൽ യാദൃശ്ചികമായി സംഭവിച്ചതാണോ എന്ന് പരിശോധിക്കണം എന്നാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടത്. അത് പരിശോധിക്കപ്പെടും. അങ്ങനെ ബോധപൂർവം സംഭവിച്ചതാണെങ്കിൽ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം, ഇവിടെ കൃഷ്ണദാസിനെ ഇന്ന് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഒരു സമരം തണുപ്പിക്കാൻ വേണ്ടി അറസ്റ്റ് ചെയ്തതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങളുടെ കേസും ജിഷ്ണു പ്രണോയ് മരണപ്പെട്ട കേസും ഷഹീർ ഷൗക്കത്ത് അലിയെ കൊല്ലാക്കൊല ചെയ്ത കേസും രജിസ്റ്റർ ചെയ്തത് പഴയന്നൂർ പോലീസ് സ്റ്റേഷനിലെ ജ്ഞാനശേഖരൻ എന്ന് പറയുന്ന ഒരേ അഡീഷണൽ SI ആണ്. ഇദ്ദേഹം കൃഷ്ണദാസിന്റെ ഓച്ചാനിച്ച് നിൽക്കുന്ന, കൃഷ്ണദാസിന്റെ ശമ്പളം പറ്റുന്ന ആളാണ് എന്ന ആരോപണം ഞങ്ങൾ ഇന്ന് ഉന്നയിക്കുന്നതല്ല. ഞങ്ങൾ ജനുവരി 7-ാം തീയതി മുതൽ ഉന്നയിക്കുന്ന കാര്യമാണ്. ഞങ്ങളുടെ കേസിൽ ഗുരുതരമായ പിഴവ് വരുത്തിയ ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം തന്നെയാണ് ഈ പലവട്ടം ഷഹീർ ആവശ്യപ്പെട്ടിട്ടും കേസെടുക്കാതെ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഫെബ്രുവരി 27-ാം തീയതി ഈ കേസ് എടുക്കാൻ തയ്യാറായതും ആ കേസിൽ അന്ന് നൽകിയ മൊഴിയിലും അതിന് 16 ദിവസം മുമ്പ് ഫെബ്രുവരി 16-ന് മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിലും ഒരു വ്യത്യാസവും ഇന്നും വന്നിട്ടില്ല. ആ മൊഴി നിങ്ങൾ ഇന്ന് പരിശോധിച്ചാൽ ഇന്ന് പോലീസ് ചുമത്തിയ എല്ലാ വകുപ്പുകളും ആ മൊഴി പ്രകാരമുള്ളതാണ്. ഒരു പിഴവും ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇവനെ തട്ടിക്കൊണ്ടുപോകാൻ ഇവന്റെ സമ്മതത്തോടു കൂടിയല്ല ഓട്ടോറിക്ഷയിൽ കയറ്റിയത്. നിർബന്ധിച്ചാണ്, ഭീഷണിപ്പെടുത്തിയാണ്. ഓട്ടോറിക്ഷയിൽ അവൻ കയറിയില്ലെങ്കിൽ അവനെ അവിടെ വെച്ച് തന്നെ അവർ കൈകാര്യം ചെയ്യും എന്നുള്ള ഘട്ടത്തിലാണ് ഈ വാഹനത്തിലേക്ക് ലക്കടിയിൽ നിന്ന് ഞങ്ങളുടെ ജിഷ്ണു പഠിക്കുന്ന പാമ്പാടി കോളേജിലേക്ക് ഈ ഷഹീറിനെ കൊണ്ടുപോയിട്ടുള്ളത്. നിർബന്ധിച്ചു കൊണ്ടുപോയതാണ്. അത് മൊഴിയിൽ പറയുന്നുണ്ട്. ആ വകുപ്പ് അന്ന് ജ്ഞാനശേഖരൻ കൃഷ്ണദാസിന് വേണ്ടി ഒഴിവാക്കി. അതുപോലെ തന്നെ റാഗിംഗ് കേസിൽ പ്രതി ചേർക്കും മറ്റ് കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിരവധി രേഖകൾ ഒപ്പിടിച്ചു വാങ്ങിയത് അത് ജാമ്യമില്ലാ കുറ്റമാണ്. അന്ന് ഈ ജ്ഞാനശേഖരൻ അത് എഴുതി ചേർത്തില്ല. ഇന്ന് ക്രൈംബ്രാഞ്ച് വിദഗ്ധമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഈ ഓട്ടോ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. തെളിവ് ലഭിച്ചു. ഷഹീർ ഷൗക്കത്ത് അലിന്റെ മൊബൈലിൽ അവന്റെ ശരീരത്തിൽ കൃഷ്ണദാസ് മർദ്ദിച്ചതിന്റെ ഫോട്ടോ എടുത്തു വെച്ചിരുന്നു. ആ മൊബൈൽ കസ്റ്റഡിയിലെടുക്കുകയും ആ ഫോട്ടോ മൊബൈൽ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. അതുപോലെ തന്നെ ഇത്തരം രേഖകൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് സംഘം. വളരെ കൃത്യമായിട്ട് തന്നെയാണ് അന്വേഷണം ഷഹീർ ഷൗക്കത്ത് അലിയുടെ കാര്യത്തിൽ. ശ്രീജിത്ത് തുടരുക. ഇപ്പോൾ ഷഹീർ ഷൗക്കത്ത് അലി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷഹീർ ഷൗക്കത്ത് അലി, നിങ്ങളുടെ കേസിൽ ഇന്ന് കോടതി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. താങ്കൾ ആദ്യം നൽകിയ മൊഴിയിൽ താങ്കളെ തട്ടിക്കൊണ്ടുപോയി എന്നും ഭീഷണിപ്പെടുത്തി എന്നും ഒപ്പം തന്നെ ഇതിലൊരു വിലപേശൽ നടത്തിയെന്നതടക്കമുള്ള കാര്യങ്ങൾ താങ്കളുടെ ആദ്യത്തെ പരാതിയിലും ആദ്യം നൽകിയ മൊഴിയിലും ഉണ്ടായിരുന്നു. പോലീസ് രണ്ടാമത് ചേർത്തതിലാണ് കോടതി വലിയ ദുരൂഹത സംശയിക്കുകയും അതിൽ അനൗചിത്യമുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. താങ്കൾക്ക് ഈ കോടതിയുടെ നിരീക്ഷണങ്ങൾ കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? ഹലോ, പറയൂ. ഞാൻ ആദ്യം ഇത് മുഴുവൻ ഫെബ്രുവരി 16-ാം തീയതി 164 കൊടുത്തിട്ടുള്ളതാണ്. അതിൽ കൃത്യമായിട്ടുണ്ട് എന്താ ഉള്ളതെന്നല്ല എല്ലാം.
അത് കഴിഞ്ഞ് പഴയന്നൂർ സ്റ്റേഷനിലാണ് ഞാൻ കേസ് കൊടുത്തപ്പോഴാണ് ഇത് വന്നിട്ടില്ല എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അവിടെ ഉള്ള ഒരു പോലീസുകാർ പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ മതി എന്നുള്ളതും ഭീഷണിപ്പെടുത്തി എന്നുള്ളത് മതിയെന്നും അങ്ങനെ അവരെഴുതിയതാണ് സംഭവം. അതിൽ അവരിട്ട വകുപ്പുകൾ തന്നെ പലതും പറഞ്ഞത് വകുപ്പ് അവരിടുമ്പോ നമ്മള് ഏതാന്നുള്ളത് ചോദിച്ചു. അപ്പൊ FIR കോപ്പി ചോദിച്ചിട്ടും തന്നിട്ടില്ല. എന്നിട്ട് അങ്ങനെ FIR ഓൺലൈനിൽ വരാണ്ട് 27-ാം തീയതി ഞാൻ കൊടുത്ത കേസ് 3-ാം തീയതി വരെ FIR ഓൺലൈനിൽ വന്നിട്ടില്ല. എന്നിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ അന്വേഷിച്ചപ്പോ തന്നെ പറഞ്ഞത് ഇത് കുറെ മാറ്റാനും കേസ് വരാണ്ടിരിക്കാനുള്ള പണികളൊക്കെയാണ് നോക്കണ. ഓരോരുത്തര് പല രീതിയിലും കളിച്ചിട്ടുണ്ടെന്ന് അറിയണത്. ആരാണ് ഷഹീർ ഷൗക്കത്ത് അലി അവിടെ കളിച്ചത്? ഈ ഇപ്പോൾ ശ്രീജിത്ത് ജിഷ്ണുവിന്റെ അമ്മാവൻ പറഞ്ഞ പോലെ ഒരു ജ്ഞാനശേഖരൻ എന്ന് പറയുന്ന ASIയുടെ ഒക്കെ പേര് പറയുന്നു. അവിടെ പോലീസുകാരും അങ്ങനെ തന്നെയാണെന്നാണോ താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? അതെ കൃത്യമായിട്ട് അതെ. അവിടെ എന്തൊക്കെയാണെന്ന് എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. അത്ര സംഭവം നമ്മൾ കണ്ട ഏറ്റവും സത്യസന്ധമാണ് എന്നുള്ളത് തോന്നും. പക്ഷെ ഈ വകുപ്പുകൾ പുറത്തു വന്നപ്പോ മനസ്സിലായി അവിടെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും ചെയ്തിട്ടും കാര്യമില്ലാന്ന്. അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ആകെ ഈ 3 വകുപ്പുകൾ അവരിട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 14-ാം തീയതിയാണ് മറ്റേ ഷെൽബി സാർ DYSP ക്രൈംബ്രാഞ്ച് സാറിന്റെ നേതൃത്വത്തിൽ വന്ന് എന്റെ അടുത്ത് മൊഴി എടുക്കുന്നത്. അവര് 14-ാം 15-ഉം 16-ഉം അത്രയും ദിവസം കഷ്ടപ്പെട്ട് വെറും 6 ദിവസം കൊണ്ട് അവിടെ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരിട്ട വകുപ്പുകൾ വളരെ കൃത്യമാണ്. കാരണം എന്നെ അവിടുന്ന് ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോയി. ആ ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോവാന്ന് പറയുമ്പോ ശരിക്കും അത് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവാണ്. കാരണം എന്താ വെച്ചാല് അവിടെ എനിക്ക് ആ ഒരു ഭയം ഉണ്ട്, എന്നെ കൊണ്ടുപോവാണ്, ഞാൻ എതിർത്തിട്ടുണ്ടെങ്കിൽ എന്നെ അവർ കൊണ്ടുപോകും. അത് അവിടെ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഞാന് എതിർത്തിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ അതിനുള്ള ആൾക്കാർ അവിടെ ഉണ്ട് കുറെ പേര്. അങ്ങനെ ഞാൻ അവിടെ കൊണ്ടുപോയി എന്നെ അവിടെ പാമ്പാടിയിൽ എത്തിച്ച് അതിന്റെ ഉള്ളിലേക്ക് എന്നെ കൊണ്ടുപോയി 9:30 തൊട്ട് 5:30 വരെ ഞാൻ അതിന്റെ ഉള്ളില് ഒരു പ്രതിനെ പോലെ ഇരിക്കാൻ പോലും പറ്റാണ്ട് നിൽക്കുകയാണ്. എന്നെ അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. പൂട്ടിയിട്ട് പറഞ്ഞാൽ ഒരു റൂം, ആ ബോർഡ് റൂമിന്റെ ഉള്ളിൽ വാലും അടിച്ച് പുറത്തൊക്കെ ആൾക്കാരുമാണ്. ഇറങ്ങി ഓടാ പറഞ്ഞാൽ പോലും എനിക്ക് പറ്റൂല. അതാണ് അവിടെ കൺഫൈൻമെന്റ് വന്നിരിക്കുന്നത്. അല്ലാണ്ട് ആദ്യത്തെ വകുപ്പ് പ്രകാരം എന്റെ അടുത്ത് നീ ഈ വഴിക്ക് പോണ്ടെന്നല്ല അവര് പറഞ്ഞത്. റെസ്ട്രെയിൻ ചെയ്യല്ല അവര് ചെയ്തത്. എന്താ, ആ റൂമിലിട്ട് എന്നെ പൂട്ടിയിട്ടു. ഒന്ന് ടോയ്ലറ്റിൽ മൂത്രമൊഴിക്കാൻ പോകുമ്പോ പോലും എന്നെ കൊണ്ടുപോയി അതേപോലെ തിരിച്ചുകൊണ്ട് അതിന്റെ ഉള്ളിൽ കിട്ടു. അവിടെ അതാണ് 342 കൺഫൈൻമെന്റ് കൃത്യമായിട്ട് അതിൽ വന്നത്. അതായത് താങ്കൾ പറയുന്നത് ഈ 365-ഉം 385-ഉം ഒക്കെ നേരത്തെ തന്നെ ഇടാവുന്ന തരത്തിലേക്ക് താങ്കളുടെ മൊഴി ഉണ്ടായിരുന്നു. ആദ്യം അത് രജിസ്റ്റർ ചെയ്തപ്പോൾ, ആദ്യം അത് എടുത്ത പോലീസുകാർ ആരെയോ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ നീക്കങ്ങളാണ് ഇപ്പോഴത്തെ തിരിച്ചടിക്ക് കാരണം, അങ്ങനല്ലേ? അതെ, അതന്നെ ഞാൻ പറഞ്ഞത്. ഇനി പണം അപഹരിക്കാനുള്ളതല്ല. ഹലോ, പറഞ്ഞോളൂ. മറ്റേ 385 ഇതൊക്കെ പറഞ്ഞു. പണം അപഹരിക്കാനുള്ളതല്ല. അവിടെ എന്റെ സൈൻ ചെയ്തിട്ട് പല ഇതും എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ അതിനാണ് ആ വകുപ്പ് വന്നിരിക്കുന്നത്. അല്ലാണ്ട് വെറുതെ മറ്റേ എന്നെ കൊണ്ട് തട്ടിക്കൊണ്ടിട്ട് എന്റെ പ്രോപ്പർട്ടി അതൊന്നും അല്ല അവിടെ വന്നിരിക്കുക. ആ വകുപ്പിൽ കൃത്യം പറഞ്ഞതിൽ സൈൻഡ് ഓർ സീൽഡ് ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റ് എന്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ട്. അവിടെ അതാണ് ആ സെക്ഷൻ വരാൻ കാരണം. പിന്നെ വന്നത് കൺഫൈൻമെന്റ് എന്നെ പൂട്ടിയിട്ടതുകൊണ്ടാണ് വന്നത്. ഓട്ടോയിൽ കയറ്റി എന്നെ കൊണ്ടുപോയി അവരെന്നെ ഓട്ടോ വിളിച്ച ആ ഓട്ടോക്കാരൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും. ആ ഓട്ടോക്കാരൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, സംശയമില്ല. അപ്പൊ അയാള് അതുകൊണ്ടാണ് അവിടെ ആ വകുപ്പ് ഇട്ടത്. ആ പോലീസുകാർ അന്ന് ഇട്ടില്ല. ഈ ഇത്ര സത്യസന്ധമായ ഒരു അന്വേഷണം വെറും 6 ദിവസം കൊണ്ട് ഈ കൃഷ്ണദാസിനെ പോലെ എത്ര വലിയ ഒരാളെ അറസ്റ്റ് ചെയ്യാണ്. അതിലെല്ലാവരും അയാൾ അഭിനന്ദിക്കാണ്ട് ഇപ്പോ അയാളുടെ ജോലി പോലും മറ്റേ സാറിന്റെ ജോലി പോലും പോകും എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ശരി, അതിന് ഉത്തരവാദികൾ ഷഹീർ നമ്മൾ ആരുമല്ല. ഈ ഫ്രാൻസിസ് ഷെൽബി എന്ന പോലീസ് ഓഫീസറുടെ സഹപ്രവർത്തകരായ പോലീസുകാർ തന്നെ ആയിരിക്കും ജോലി പോകുന്നെങ്കിൽ ഉത്തരവാദി നമ്മൾ ആരുമല്ല. ഞാൻ വരാം. ശ്രീ AM രോഹിത്, ഇപ്പോൾ ഷൗക്കത്ത് അലിയുടെ വാക്കുകൾ കേട്ടുവല്ലോ. നേരത്തെ ഇതേ കേസിൽ, ജിഷ്ണുവിൻ്റെ അതേ കേസിൽ കൃഷ്ണദാസിനെ സഹായിക്കണമെന്ന് വിചാരിച്ച ശക്തികൾ ആരൊക്കെയാണോ അവരൊക്കെ തന്നെയാണ് ഈ കേസിലും ഷൗക്കത്ത് അലിയുടെ മൊഴി എങ്ങനെ എഴുതണമെന്ന് തീരുമാനിച്ച് ഏതൊക്കെ വകുപ്പുകൾ ചുമത്തണമെന്ന് തീരുമാനിച്ചത്. അവിടുന്ന് തുടങ്ങിയ അട്ടിമറിയാണ് കോടതിയിൽ ഇപ്പോൾ വന്ന് വലിയ പരാജയത്തിലേക്ക് മാറിയിരിക്കുന്നത്. ഇവിടെ ഷൗക്കത്തിൻ്റെ കേസിലും അതുപോലെ തന്നെ ജിഷ്ണു പ്രണോയുടെ കേസിലും എല്ലാം സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഒന്നാണ്. എങ്ങനെയായാലും എന്ത് സംഭവിച്ചാലും കൃഷ്ണദാസിനെയും കൂട്ടരെയും സംരക്ഷിക്കണമെന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ജിഷ്ണുവിന്റെ മരണമുണ്ടായതിനു ശേഷം കോടതിയിൽ വന്ന കേസിൽ പോലും സർക്കാർ ഒത്തുകളിച്ച് കൃഷ്ണദാസിന് ജാമ്യം കൊടുക്കുന്ന ഒരു നിലപാട് ഇവർ സ്വീകരിച്ചു.
അതിനുശേഷം കൃഷ്ണദാസിന്റെ കൂടെ പ്രതി ചേർക്കപ്പെട്ട 4 പേരെ 76 ദിവസമായി, കേരളമല്ലേ ഇത്, നമ്മൾ ചർച്ച ചെയ്യണം, 76 ദിവസമായിട്ട് 4 പേരെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഭരണകൂടം ആഭ്യന്തര വകുപ്പ് കേരളത്തിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഡിവൈഎഫ്ഐയുടെ സുഹൃത്ത് വീണ്ടും ഇവിടെ ഇരുന്ന് പറയുന്നത് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന്. ഇവിടെ ഫെബ്രുവരി 27-ാം തീയതി ഷൗക്കത്തിൻ്റെ കേസിൽ ഒരു പരാതി കൊടുത്ത് 21 ദിവസം പിന്നിട്ടിട്ട് ഇന്നൊരു അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ സർക്കാരിന്റെ നയം എവിടെയാണ്? സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് ആരെ കൂടെ നിൽക്കുന്നു എന്ന് വളരെ കൃത്യമല്ലേ? കൃഷ്ണകുമാറിന്റെ കൂടെയാണ് ഈ ഗവൺമെന്റ് എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. ഇവിടെ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടെന്താ? 76 ദിവസമായി കേരളത്തിൽ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്ന ജിഷ്ണു എന്ന് പറയുന്ന വിദ്യാർത്ഥി മരണപ്പെട്ടിട്ട് 76 ദിവസം കഴിഞ്ഞിട്ട് ഇന്നേ വരെ ആ കുട്ടിയുടെ വീട് സന്ദർശിക്കാൻ പോലും തയ്യാറാകാത്ത, മനസാക്ഷിയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്നത്. ജിഷ്ണുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉൾപ്പെടെയുള്ളത് പറയുന്നുണ്ട്, ഞാൻ ആരാധിക്കുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ഇരട്ടച്ചങ്കൻ എന്ന് അവകാശപ്പെടുന്ന ആ മുഖ്യമന്ത്രിയാണെന്ന് ജിഷ്ണു പറയുമ്പോൾ ആ ജിഷ്ണുവിന്റെ വീട് പോലും സന്ദർശിക്കാൻ പറ്റാത്തൊരു ഭരണകൂടം ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ മാറുകയാണ്. AK ബാലന്റെ പത്നിയുടെ ഈ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള പുറത്തു വന്നു. AK ബാലന് ഈ മാനേജ്മെന്റിലുള്ള താല്പര്യങ്ങൾ പുറത്തു വന്നു. ഇന്നേ വരെ ഒരു നിലപാട് പറയുവാൻ AK ബാലന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് പൊതുസമൂഹത്തിന് കൃത്യമായി ബോധ്യമുണ്ട്, കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേരളത്തിലെ ഭരണകൂടവും അത് കൃഷ്ണദാസിനെ പോലെയുള്ള സ്വാശ്രയ മുതലാളിമാരുടെ കൂടെ ജിഷ്ണുമാറിനെ കൊലപ്പെടുത്തുന്ന, ഇടിമുറികൾ സൃഷ്ടിക്കുന്ന, കച്ചവട താല്പര്യക്കാരായ മാനേജ്മെന്റിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഭരണകൂടമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറുകയാണ്. UDFന്റെ അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ ഏത് കേസിലും, ഈ ജിഷ്ണുവിന്റെ കേസിലും ഷൗക്കത്തിന്റെ കേസിലും ഒക്കെ ആരോപണങ്ങൾ പോലീസിനെതിരാണ്. ഷൗക്കത്ത് അത് കൃത്യമായി വിശദീകരിച്ചല്ലോ, അതിലെല്ലാം ഉണ്ട്. ഏത് വകുപ്പ് വേണമെന്ന് തീരുമാനിക്കുന്നത് ഷൗക്കത്തല്ല, പോലീസാണ്. പോലീസ് പറഞ്ഞു കൊടുക്കുന്ന വകുപ്പ് പിന്നീട് ഷൗക്കത്ത് പരിശോധിച്ചപ്പോഴാണ് അബദ്ധം പറ്റിയ കാര്യം മനസ്സിലാകുന്നത്. ഇതിന് ഉത്തരവാദി പോലീസ് അല്ലാതെ മറ്റാരാണ്? 27/2 കൊടുത്ത ഒരു പരാതി, ആ പരാതി രജിസ്റ്റർ ചെയ്യുവാൻ കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. അതിലൊരു ന്യായീകരണമില്ല. 3-ാം തീയതി അദ്ദേഹം നോക്കുമ്പോഴും FIRന്റെ കോപ്പി ഓൺലൈനിൽ കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. അതിനിടയിൽ തന്നെ മുഖ്യമന്ത്രി ജിഷ്ണു പ്രണോയുടെ അമ്മയടക്കം മുഖ്യമന്ത്രിയെ കാണുന്ന സാഹചര്യം ഉണ്ടായി മറ്റേ കേസിൽ. അപ്പോൾ അതിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ കേസിന്റെ അന്വേഷണം ഏൽപ്പിക്കുന്ന സാഹചര്യവും അതുപോലെ ആ കേസിന്റെ സാഹചര്യം വന്നു. ഇപ്പോൾ ഫ്രാൻസിസ് ഷെൽബി CI അടക്കമുള്ളവർ ഈ കേസിന്റെ അന്വേഷണം 14-ാം തീയതി മുതൽ ശക്തമാക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിൽ നിന്നും വ്യക്തമാകുന്നത് ഏതായാലും ഏറ്റവും ആദ്യം ഇൻവെസ്റ്റിഗേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിലും പ്രതികളെ പിടിക്കുന്ന കാര്യത്തിലും ഉണ്ടായിട്ടുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അതുകൂടി പരിശോധന വിധേയമാക്കുവാൻ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതികളെ പിടിക്കുന്ന സാഹചര്യം വന്നു. ഈ പ്രതികളെ കേസ് രജിസ്ട്രേഷനും ശേഷമുള്ള ഇൻവെസ്റ്റിഗേഷൻ്റെ ഓരോ ഘട്ടവും പുറത്തു വരുമ്പോൾ ഇതിൽ കൃത്യമായി ഈ ഷൗക്കത്ത് അലി മുന്നോട്ട് വച്ചിരിക്കുന്ന ആരോപണം ശരിയാണെന്നും ഇന്ന നോൺ ബെയിലബിൾ ഒഫൻസ് അടക്കം ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലേക്കാണ് സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഗൗരവത്തോടെ തന്നെ പരിശോധിക്കണം. ശരി. അവസാനമായി ശ്രീ VV രാജേഷ്, ഇവിടെ ഇപ്പോൾ താങ്കൾക്ക് തോന്നുന്നുണ്ടോ ജിഷ്ണുവിന്റെ കേസിൽ കേസ് ഡയറി പരിശോധിച്ച് കോടതി പറഞ്ഞത് കൃഷ്ണദാസിനെതിരെ ഒരു തെളിവും അതിലില്ല എന്ന്? ഇപ്പോൾ ഷൗക്കത്ത് അലിയുടെ കേസിലെ കേസ് ഡയറി പരിശോധിക്കുമ്പോഴും കോടതി എന്തു പറയുമെന്ന് നമുക്കറിയില്ല. കേസ് ഡയറിയിൽ ഷൗക്കത്ത് അലി ആദ്യം കൊടുത്ത മൊഴിയെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ? പോലീസിന്റെ ഇതുവരെയുള്ള നടപടികൾ പരിശോധിക്കുമ്പോൾ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുവെന്ന് എല്ലാവർക്കും തോന്നലുണ്ടായിട്ടുണ്ട് എന്നതൊരു വസ്തുത തന്നെയുമാണ്. വിജയകുമാറെ, കൃഷ്ണദാസിനെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസും രാഷ്ട്രീയ നേതൃത്വത്തിനും അപ്പുറം പലരും ശ്രമിക്കുന്നു എന്നുള്ളത് സംശയത്തിന് അതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ബെയിൽ സ്റ്റേജിൽ കേസിന്റെ ഡീറ്റെയിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് സുപ്രീം കോടതിയുടെ വിധികൾ നിലവിലിരിക്കുമ്പോൾ തന്നെ കൃഷ്ണദാസിന്റെ പേരിൽ ജിഷ്ണു പ്രണോയ് കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കുകയില്ല എന്ന് ഒരു അപ്പെക്സ് കോർട്ട്, ഒരു അപ്പലേറ്റ് കോർട്ട് പറയുമ്പോഴേക്കും അതിൽ കുറേ അസ്വാഭാവികതകളുണ്ട്. അതിന് താഴെ ട്രയൽ നടക്കേണ്ട, ഹൈക്കോടതിക്ക് താഴെ ട്രയൽ നടക്കേണ്ട ഒരു സെഷൻസ് ജഡ്ജി ഈ ബെയിൽ ഓർഡർ എടുത്ത് വച്ച് വായിക്കുമ്പോൾ കൃഷ്ണദാസിനെതിരെ ആ ജഡ്ജിക്ക് വിധി എഴുതാൻ വേണ്ടി എത്ര മാനസിക കരുത്തുണ്ടാകും എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ഷൗക്കത്ത് അലിയുടെ കേസിലായാലും അതിൽ പോലീസ് വരുത്തിയ വീഴ്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിക്ക് ഇങ്ങനെ ചോദിക്കേണ്ടി വന്നത്. പക്ഷേ ആ ചോദ്യങ്ങളിലും ഒരുപാട് അസ്വാഭാവികത നിലനിൽക്കുന്നു. ഇനി DYFIയുടെ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചല്ലോ, കോടതിയിൽ പോകാറൊക്കെ ഉണ്ടോ എന്ന്. എൻ്റെ സുഹൃത്തെ 4-5 കൊല്ലം പബ്ലിക് പ്രോസിക്യൂട്ടറൊപ്പം ഇരുന്ന് ഈ ബെയിൽ ആപ്ലിക്കേഷനൊക്കെ കണ്ടതിന് ശേഷം തന്നെയാണ് ഞാൻ പറയുന്നത്,
ഞാൻ പറയുന്നത് താങ്കൾ ഇടപെടാതെ ഒന്ന് കേൾക്കണം. ജിഷ്ണു പ്രണോയുടെ ബെയിൽ ആപ്ലിക്കേഷൻ ജഡ്ജിയുടെ മുൻപിലൊക്കെ വരുമ്പോൾ അന്നത്തെ ദിവസം തൃശ്ശൂർ ജില്ലാ കളക്ടർ വിളിച്ച മീറ്റിംഗ് കഴിഞ്ഞിരുന്നു. ആ കഴിഞ്ഞ മീറ്റിങ്ങിൻ്റെ ഒരു രേഖയാണ് അദ്ദേഹം അവിടെ പ്രൊഡ്യൂസ് ചെയ്തത്. അന്ന് മഞ്ചേരി ശ്രീധരൻ നായർ എന്ന അഭിഭാഷകൻ ആ രേഖ ഒന്ന് വായിച്ചു നോക്കിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആ ജഡ്ജ് ഒന്ന് വായിച്ചു നോക്കിയിരുന്നുവെങ്കിൽ ഇതവിടെ പറയാൻ സാധിക്കുമായിരുന്നു. മഞ്ചേരി ശ്രീധരൻ നായർ ആ കേസിൽ ഒത്തുകളിച്ചതായി സംശയിക്കുന്നു എന്ന് ദേശാഭിമാനിയുടെ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ജിഷ്ണു പ്രണോയുടെ അമ്മാവൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞതാ. ഇപ്പോഴെങ്കിലും താങ്കൾക്ക് ബോധ്യമായി കാണൂലേ ഹൈക്കോടതിയിൽ സംഭവിച്ച ഒത്തുകളിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന്. വിമർശിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വിമർശിക്കണം. മറ്റൊന്ന്, താങ്കൾ ഡിവൈഎഫ്ഐയുടെ നേതാവാണ്. കൊലപാതകികൾക്കും പീഡനവീരന്മാർക്കും സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്കും വേണ്ടി വാദിക്കാനുള്ളതാണ് പാർട്ടി ചുമതല എന്നാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ എനിക്ക് താങ്കളോടൊന്നും പറയാനില്ല. ഒരു യുവ അഭിഭാഷകൻ, യുവജന സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് തെറ്റുകൾക്കെതിരെ പൊരുതുവാനുള്ള ഒരു ധാർമ്മികത താങ്കൾ കാണിച്ചു കഴിഞ്ഞാൽ താങ്കളെ അംഗീകരിക്കാൻ സാധിക്കും. ഇവിടെ ശക്തമായ അന്വേഷണം എന്ന് പറയുമ്പോൾ പണം വാങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൃഷ്ണദാസിന് വേണ്ടി കൃഷ്ണന്റെ സമയം വൈകുന്നത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ സംസാരിച്ച KSUവിന്റെ നേതാവും അതുപോലെ തന്നെ യുവമോർച്ചയുടെ നേതാവും ഇപ്പോൾ വലിയ സ്വാശ്രയ കോളേജ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സങ്കല്പങ്ങളും വലിയ വാഗ്ദാനങ്ങളുമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ സ്വാശ്രയ കോളേജിൽ ഇടിമുറി ഉണ്ടായതും അതുപോലെ തന്നെ ഈ സ്വാശ്രയ കോളേജിൽ വിദ്യാർത്ഥികളെ ഇത്ര കഠിന രൂപത്തിൽ പീഡിപ്പിക്കുന്നതിനെതിരെയെല്ലാം അതിശക്തമായിട്ടുള്ള സമരമാണ് കേരളത്തിൽ ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നടത്തിയത്. ഇതിനൊരു ജോയിന്റ് പ്ലാറ്റ്ഫോം എല്ലാം ഉയർത്തി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നടത്തുമ്പോൾ അവിടെയെല്ലാം മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ സമരത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന KSUവിന്റെ നേതാവും അതുപോലെ യുവമോർച്ചയുടെ നേതാവുമാണ് ഇവിടെ ഇത്തരത്തിലുള്ള പ്രസ്താവന പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ വാദത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് കൊടുത്തു എന്ന് പറയുന്ന ആ ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ആ വാദം കേട്ട് അതിൽ അന്തിമ വിധി പറഞ്ഞു. ആ ജാമ്യാപേക്ഷ അവിടെ ക്ലോസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലേക്ക് പോയിട്ട് മുഹമ്മദ് ഷാഹിഖ് അവസാനമായി ഒരു ചുരുങ്ങിയ ഞാൻ ആ ഷൗക്കത്ത് അലിയുടെ മൊഴി കേട്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതിനകത്ത് ഒന്നുകിൽ ക്രൈം രജിസ്റ്റർ ചെയ്ത് നടത്ത് പോലീസുകാർ ഒരു അപാകത കാണിച്ചു, അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു സ്റ്റേജ് ഒരു കാര്യം മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി തീരുമാനിക്കണം, ഈ ഇൻവെസ്റ്റിഗേഷനിൽ അപാകത സംഭവിച്ചിട്ടുണ്ട്, ആ ആൾക്കെതിരെ നടപടി അടിയന്തരമായി സ്വീകരിച്ചിരിക്കണം. അതിന്റെ ആവശ്യമുണ്ട്. ഇത് ഷൗക്കത്ത് അലിയുടെ മൊഴി കേൾക്കുന്ന ആർക്കും സംശയം ഉണ്ടാവില്ല. ഇത് ആദ്യം എഴുതിയ മൊഴി രേഖപ്പെടുത്തിയ കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഗുരുതരമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് ആ മൊഴിയിൽ നിന്ന് നമുക്ക് ബോധ്യമാണ്, ആ വിശദീകരണത്തിൽ നിന്ന് ബോധ്യമാണ്. ഏതായാലും ഗവൺമെന്റ് ഈ കേസുകളിൽ എന്ത് നടപടി സ്വീകരിക്കും, നാളെ കേസ് ഡയറി പരിശോധിച്ച് കോടതി എന്ത് പറയുമെന്ന് നമുക്ക് കാത്തിരുന്ന് നോക്കാം. അതിനുശേഷം ഒരുപക്ഷെ കൂടുതൽ ചർച്ച ഇക്കാര്യത്തിൽ നടത്തുകയും ചെയ്യാം. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ VV രാജേഷ്, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ശ്രീ AM രോഹിത്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഒപ്പം ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ച ശ്രീ ശ്രീജിത്ത്, ഷഹീർ, ഒപ്പം അനിൽ, എല്ലാവർക്കും നന്ദി.